ഹലോ ഗൈസ്, ഇറ്റ്സ് ക്രേസി ബം. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 10-ലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പാർട്ട് 2 സെക്ഷൻ പഠിക്കാം. നമ്മൾ വിപ്ലവങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഏതൊക്കെ വിപ്ലവം പഠിച്ചതേ? ആകെ 2 വിപ്ലവത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആദ്യത്തെ വിപ്ലവം ഏതായിരുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിരുന്നു. അതിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതായിരുന്നു അവരുടെ മുദ്രാവാക്യം. എന്തിനു വേണ്ടിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ 18-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഇങ്ങനൊരു സമരം നടന്നത്? അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണ്? 16-ാം നൂറ്റാണ്ട് ടു 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ കുറേ യൂറോപ്പിൽ നിന്നും ആൾക്കാർ എങ്ങോട്ടേക്ക് കുടിയേറി? നമ്മുടെ ഈ പറയുന്ന വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലേക്ക് കുടിയേറുകയും അവിടെയുള്ള ജനവിഭാഗങ്ങളെ അവിടെ നിന്ന് അവിടെ നിന്ന് അടിച്ചു ഓടിക്കുകയും അവരുടെ കന്നുകാലി സമ്പത്തും ഭൂമിയും ഒക്കെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പോരാതെ എന്ത് ചെയ്തു? അവരവിടെ കോളനികൾ എത്ര കോളനി ഉണ്ടാക്കിയായിരുന്നടേ? ഒരു 16 കോളനിയോ അങ്ങനെയല്ലേ ഒരു നമ്പർ പറയുന്നുണ്ടായിരുന്നല്ലോ? 13 കോളനികൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ഏരിയയിൽ സ്ഥാപിക്കുകയും ആ കോളനികളിൽ അവരൊരു അവരുടെ ഒരു മാർക്കറ്റായിട്ട് വർക്കാക്കുകയും അതുപോലെ അവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ യൂസ് ചെയ്തിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി ആ സാധനങ്ങൾ അവിടെ തന്നെ വിൽക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് അവരവിടെ എന്ത് ചെയ്തു? അവരുടെ ആ വാണിജ്യ പുരോഗതിക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? പുതിയൊരു വാണിജ്യ നയം അവിടെയുള്ള ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു. അതിനെയാണ് മെർക്കൻറ്റിലിസം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പറഞ്ഞൊരു പോയിന്റാണ് 1492 നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് എവിടെ എത്തിയ കാര്യം? അമേരിക്കയിൽ എത്തിയത്. അത് പുള്ളി ഇന്ത്യ എന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത്. പിന്നീട് ആ സ്ഥലത്തുള്ള ജനങ്ങളെ അവർ റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്. മീൻസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എവിടെയാണ് ഈ പുള്ളി കണ്ടെത്തിയ വടക്കേ അമേരിക്കയിൽ ആ ജനവിഭാഗത്തെ റെഡ് ഇന്ത്യൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ 17-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഈ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് കുറേ ആൾക്കാർ മേഫ്ലവർ എന്ന് പറയുന്നൊരു കപ്പൽ കയറി എങ്ങോട്ടേക്ക് എത്തി? ഈ പറയുന്ന വടക്കേ അമേരിക്കയിലേക്ക് എത്തുകയും അവരെ നമ്മൾ വിളിക്കുന്ന പേര് തീർത്ഥാടക പിതാക്കൾ അഥവാ പെൽഗ്രിം ഫാദേഴ്സ് എന്നാണ്. ഇവരെന്ത് ചെയ്തു? ഇവർ വന്നതോടുകൂടിയാണ് ഈ യൂറോപ്യന്മാരുടെ കുടിയേറ്റം ആരംഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആരംഭിച്ച് അവരെന്ത് ചെയ്തു? ഈ ഏരിയ മുഴുവൻ അവർ കൈക്കലാക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങൾ പറഞ്ഞു. അതായത് അത് ആ പറയുന്ന വന്നു കഴിഞ്ഞ ഇംഗ്ലണ്ടുകാരുടെ അവരുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇംഗ്ലീഷ് കപ്പൽ മാത്രമേ സാധനങ്ങൾ എന്ത് ചെയ്യാവൂ? എങ്ങോട്ടെങ്കിലും കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നു എല്ലാം ഇംഗ്ലീഷ് കപ്പലിലായിരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാത്തിലും ഇവരുടെ സീല് വെക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതായത് ഔദ്യോഗിക രേഖകളിൽ പിന്നെ എന്തോ പറഞ്ഞു? ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം എങ്ങോട്ടേ കയറ്റി അയക്കണം? കൂടുതലും ഇംഗ്ലണ്ടിലോട്ട്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോട്ട് മാത്രം കയറ്റി അയക്കണം. പിന്നെ ഇവരുടെ സൈന്യം കോളനി കാണും. അതിനുള്ള എല്ലാ ചെലവും ആര് കൊടുക്കണം? ഈ പറയുന്ന കോളനിക്കാർ കൊടുക്കണം. അതുപോലെ തേയിലയൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് ഇറക്കുമതി ചുങ്കം കൊടുക്കണം. അതിൻ്റെ വാശിക്ക് ഇവരെന്തോ ചെയ്തടേ? തേയില ഇറക്കുമതി ചെയ്യുന്നതിന് 1773 ഡിസംബർ 16 ഇവർ നടത്തിയ പരിപാടിയാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അവരെന്ത് ചെയ്തു? ഈ ബോസ്റ്റൺ തുറമുഖത്ത് കിടന്ന ഒരു ഇംഗ്ലീഷ് കപ്പൽ കയറി അതിനകത്തിരുന്ന തേയില എല്ലാം കൂടെ പറക്കി ഇവിടെ ഇട്ട് കടലിട്ട്. അതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഡേറ്റ് 1773 ഡിസംബർ 16. അത് കഴിഞ്ഞിട്ടാണ് എന്ത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെയുള്ള അടിച്ചമർത്തലുകൾ സഹിക്കാൻ വയ്യാത്തൊരു പോയിന്റിൽ അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതിലേക്ക് കടക്കുന്നു. പിന്നെ നമ്മൾ ആ സമയത്തുണ്ടായിരുന്ന ചിന്തകരെ പറ്റിയാണ് പറഞ്ഞത്. ജോൺ ലോക്ക് ഉണ്ട്, അതുപോലെ തോമസ് പെയിനും ഉണ്ട്. തോമസ് പെയിൻ കുറച്ചുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ആ ഒരു ആളാണ്. കാര്യം എന്താ? പുള്ളിയുടെ ഒരു ലഘുലേഖയെ പറ്റി പറയുന്നുണ്ട്. എന്തുവായിരുന്നല്ലേ അതിൻ്റെ പേര്? തോമസ് പെയിൻ്റെ ലഘുലേഖ ഓർമ്മയുണ്ടോ? പേര് എന്തുവായിരുന്നു? നമ്മൾ റൗണ്ട് പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. എന്തുവായിരുന്നു? കോമൺ സെൻസ്, അങ്ങനെയല്ലായിരുന്ന പേര്. കോമൺ സെൻസ് എന്ന് പറയുന്നത് തോമസ് പെയിൻ്റെ ഒരു ലഘുലേഖയായിരുന്നു. അദ്ദേഹം ആ സമയത്ത്, അതായത് ഈ പറയുന്ന അമേരിക്കൻ വിപ്ലവം നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പുള്ളി ജീവിച്ചിരുന്ന ആ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലഘുലേഖയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പിന്നീട് നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്ന കോളനികളിൽ നിന്നും ഈ പറയുന്ന ഇംഗ്ലണ്ട് നേരിടേണ്ടി വന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധത്തെ പറ്റിയാണ്. അതിനാദ്യം പറയുന്ന 1-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നായിരുന്നു. 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടത്തി അവരൊരു നിവേദനം ആർക്കൊണ്ട് കൊടുത്തു? ഇംഗ്ലണ്ട് രാജാവിന് കൊടുത്തു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി എന്ത് ചെയ്തു? സൈന്യത്തെ ഇവർക്ക് എതിരെ അയച്ചു. അവിടെ എന്ത് ചെയ്യുന്നു? യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ 1775 എന്ത് ചെയ്തു? ഈ ഫിലാഡൽഫിയയിലാണ് കേട്ടോ എല്ലാം ചേരുന്നത്. ഫിലാഡൽഫിയയിൽ 2-ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടത്തിയിട്ട് കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് ആരെ നിയമിച്ചു? ജോർജ് വാഷിങ്ടണിനെ നിയമിക്കുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? പിന്നീട് എന്ത് ചെയ്തു? ഈ ഒരു
1776 ജൂലൈ 4 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് അവർ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അങ്ങനെ സംഭവം ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നിട്ടാണ് പറയുന്നത്. എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും അവകാശങ്ങളുണ്ട്, ഭരിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള കുറേ നല്ല നല്ല കോൺസെപ്റ്റുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന സ്വതന്ത്ര പ്രഖ്യാപനം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ ഒരു യുദ്ധം എന്നാണ് അവസാനിച്ചത്? 1781 1774 ആ പറഞ്ഞ നിവേദനം കൊടുത്ത സമയത്ത് തുടങ്ങിയ യുദ്ധം 1781 എൻഡ് ചെയ്യുന്നത്. 1783 പാരീസ് ഉടമ്പടി, അപ്പോൾ പാരീസ് ഉടമ്പടി 1783 അത് ആ പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ 13 കോളനികൾ, ഇംഗ്ലണ്ട് ആ 13 കോളനികൾക്ക് അനുവദിച്ചു? സ്വാതന്ത്ര്യം അംഗീകരിച്ചു, അല്ലെങ്കിൽ അനുവദിച്ചു. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തൂടെ? ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന തയ്യാറാക്കി. ഈ ഭരണഘടന പ്രകാരം നിലവിൽ വന്ന ആദ്യത്തെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. എന്നിട്ട് പിന്നീട് നമ്മൾ എങ്ങോട്ട് വന്നു? ഫ്രഞ്ച് വിപ്ലവത്തിലോട്ട് വന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൽ പറയുന്നത് സ്വേച്ഛാധിപതികളായിട്ടുള്ള കുറേ ഭരണാധികാരികളെ പറ്റിയാണ്. ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്നത് കുറേ സ്വേച്ഛാധിപതികളായിരുന്നു. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ജനങ്ങൾ എന്ത് ചെയ്തെന്നു, ജനങ്ങൾക്ക് ഫുഡുണ്ടോ, അവർക്ക് ജോലിയുണ്ടോ, അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവിടെ ഫുള്ള് ധൂർത്തന്മാരായിട്ടുള്ള കുറേ ഭരണാധികാരികളായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവർ അവരുടെ ദൂരത്തിൻ്റെ കാര്യത്തെ പറ്റിയൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഫ്രഞ്ച് സമൂഹത്തെ പറ്റി പറയുന്നുണ്ട്. 3 എസ്റ്റേറ്റുകളായിട്ടാണ് ആ സമൂഹം തിരിഞ്ഞിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ, രണ്ടാമത്തേൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് മധ്യവർഗം ഉള്ളതും കർഷകരും തൊഴിലാളികളും ഉൾപ്പെടുന്നത്. ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഭൂപ്രദേശം സ്വന്തമായിട്ടുണ്ട്, അവർക്ക് നികുതിയൊന്നും കൊടുക്കണ്ട, ഭരണകാര്യങ്ങളിൽ അവർക്ക് ഇടപെടാം. അതുപോലെ കർഷകരിൽ നിന്ന് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിക്കുള്ള നികുതികൾ ഈടാക്കുന്നുണ്ട്, ആഡംബര ജീവിതം നയിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഓർത്തിരിക്കേണ്ടത് ഒരു തിഥ എന്ന് പറയുന്നത് കർഷകരിൽ നിന്നും ആര് വാങ്ങുന്നതാണ്? ഈ പുരോഹിതന്മാർ വാങ്ങുന്ന നികുതിയാണ് തിഥ എന്ന് പറയുന്നത്. അതുപോലെ ഒരു തൈല എന്ന് പറഞ്ഞൊരു നികുതിയുടെ കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? തൈല എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് ആര് നൽകണം? ഈ പറയുന്ന 3ാം എസ്റ്റേറ്റിലുള്ള ആൾക്കാർ നൽകണമായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് 3ാം എസ്റ്റേറ്റിലുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു? സാമൂഹ്യത്തിൽ താഴ്ന്ന പദവിയാണ്, ഭരണത്തിൽ സ്ഥാനമില്ല, അതുപോലെ എന്താണ്, എല്ലാവർക്കും പ്രഭുക്കന്മാർക്കും നികുതി നൽകണം, രാജാക്കന്മാർക്ക് മീൻസ് ഈ പറഞ്ഞ പുരോഹിതന്മാർക്ക് നികുതി കൊടുക്കണം. ആകെ കൊണ്ട് ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നീട് അവിടുത്തെ കുറച്ച് ചിന്തകരുടെ കാര്യം പറയുന്നുണ്ട്. ആരാണ്? വോൾട്ടയർ ഉണ്ട്, റൂസോ ഉണ്ട്, മോണ്ടസ്ക്യൂ ഉണ്ട്. അതിൽ റൂസോയുടെ വാക്കുകൾ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണിത്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നീട് ഈ എസ്റ്റേറ്റുമായിട്ടുള്ള, അതായത് ഇവരെന്തുകൊണ്ട് പ്രക്ഷോഭം നടത്തി എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ടാണ് പിന്നീട് പോകുന്നത്. എങ്ങനെയാണ്? അതായത് ഈ പറഞ്ഞ നമ്മുടെ എന്താണ് ഫ്രഞ്ച് ഗവൺമെൻറ് അല്ല ഫ്രാൻസിലെ രാജാക്കന്മാർ ബൂർബൻ രാജാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. അവർ എന്ത് ചെയ്യുന്നു? അവർ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. കാര്യം ഇവർ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്ത സ്ഥിതിക്ക് അവർക്ക് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് സാമ്പത്തിക നഷ്ടം വന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? എങ്കിൽ പിന്നെ ഈ നാട്ടുകാർക്ക് എന്ത് ചെയ്യാം? കുറച്ച് നികുതി ആഡ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഒരു തീരുമാനത്തിലെത്തുന്നു. അപ്പോൾ ഈ പറയുന്ന ജനങ്ങൾ, അതായത് വോട്ടെടുപ്പിലൂടെയാണ് ഈ പറയുന്ന എസ്റ്റേറ്റ് പോലെ തന്നെ വേറൊരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അതിനെയാണ് സ്റ്റേറ്റ് ജനറൽ എന്ന് വിളിക്കുന്നത്. അതിൽ ഓരോ എസ്റ്റേറ്റ് പോലെ തന്നെ 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആദ്യത്തേൽ പുരോഹിതന്മാർ, പിന്നെ പ്രഭുക്കന്മാർ, പിന്നെ സാധാരണക്കാർ, അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഓരോ എസ്റ്റേറ്റിനും ഒരു വോട്ട് എന്നുള്ള സംവിധാനം മാറ്റി എല്ലാ അംഗങ്ങൾക്കും ഓരോ വോട്ട് എന്നുള്ള ഒരു ഐഡിയ വേണമെന്ന് പറഞ്ഞ് ആര് പറഞ്ഞു? ഈ 3ാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ പറയുകയും അതിനോട് രാജാവും മറ്റ് 2 എസ്റ്റേറ്റുകാരും യോജിക്കാതെ വരികയും ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ വാക്കൗട്ട് ചെയ്തു. അത് ഈ പറയുന്ന കോമൺസ് എന്ന് പറയുന്ന 3ാമത്തെ എസ്റ്റേറ്റിൻ്റെ അവർ വാക്കൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവരാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലിയിൽ നിന്ന് സ്വയം പ്രഖ്യാപിച്ച് ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു രാജ്യത്തിന് ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പിരിയൂവെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് വിളിക്കുന്നത്. 1789 എന്ത് നടക്കുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. പിന്നീട് ഈ സെയിം വർഷം തന്നെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലുള്ള ആദ്യത്തെ ഡേറ്റ് ഏതാണ്? 1789 ജൂലൈ 14 എന്ത് സംഭവിക്കുന്നു? സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യമാണ്. ഓക്കെ, പ്രാതിനിധ്യമില്ലാതെ
നികുതി ഇല്ല എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോട്ടായിരുന്നു, അല്ലെങ്കിൽ മുദ്രാവാക്യമായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ എവിടെയാണ് ബാസ്റ്റിൽ ജയിൽ തകർത്തു. എവിടത്താ ഈ പറയുന്ന ബൂർബൻ രാജവാഴ്ചയുടെ ഒരു പ്രതീകമായിട്ടുള്ളതായിരുന്നു ഈ ജയിൽ, അത് തകർത്തു. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം 1789 ജൂലൈ 14. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആഗസ്റ്റ് 12 ആയപ്പോൾ ദേശീയ അസംബ്ലി എന്ത് ചെയ്തു, മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം എഴുതിയിരിക്കുന്നത് റൂസോയുടെ ആ വാക്കുകളില്ലേ, എന്താണ് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ ചങ്ങലക്കെട്ടുകളിലാണ് എന്നുള്ള പുള്ളിയുടെ ആ വാക്കുകളെ കുറച്ചുകൂടെയൊക്കെ ഡീപ്പായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു ബേസിസിലൊക്കെയാണ് ഈ പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഒക്ടോബർ 1789 ഒക്ടോബർ ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ ഉള്ള മുദ്രാവാക്യവുമായിട്ട് വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, 1792 സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് എന്തായി, പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ ഈ പറഞ്ഞ 1792 സെപ്റ്റംബറിലാണ് നടക്കുന്നത്. അതിനുശേഷം 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി റോബസ്പിയറെ നിയമിക്കുന്നു. പുള്ളിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിനകത്ത് മിറാബോ, ടാൻസൺ തുടങ്ങിയ ആൾക്കാരുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇവിടെ അവർക്ക് സംശയം തോന്നുന്നവരെ എല്ലാവരെയും പിടിച്ചങ്ങ് കൊല്ലുക. അതിന് യൂസ് ചെയ്ത ഉപകരണത്തിൻ്റെ പേരാണ് എന്ത്, ഗില്ലറ്റിൻ. എന്നിട്ട് അവസാനം അതിനകത്ത് ആ പുള്ളി കൊന്ന ആൾക്കാരിൽ ആരും ഉൾപ്പെടുന്നുണ്ട്, ഈ ലൂയി 16 അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആൻറ്റോയിനെറ്റും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അവസാനം 1794 വരെ 94 ജൂലൈ വരെ ഈ പരിപാടി, അതായത് ഈ ഗില്ലറ്റിൻ യൂസ് ചെയ്തിട്ടുള്ള കൊലകൾ നടന്നിരുന്നു. അവസാനം ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊന്നുകൊണ്ടിരുന്ന റോബസ്പിയറും എങ്ങനെയാണ് മരിച്ചത്, ആ ഒരു ഉപകരണത്തിനാൽ തന്നെയാണ് മരണപ്പെടുന്നത്. പിന്നീട് നമ്മൾ ഫ്രാൻസിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ ലോകത്തെ മുഴുവൻ ബാധിക്കും എന്നുള്ള രീതിക്കാണ് പിന്നെ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ രീതിയിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്, എന്തൊക്കെ രീതിയിൽ ഈ ഫ്രഞ്ച് വിപ്ലവം മറ്റ് വിപ്ലവങ്ങളെ സ്വാധീനിച്ചു, അതിൻ്റെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയുമായിട്ട് പറയുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ കാര്യമാണ് പറയാനുള്ളത്. അദ്ദേഹത്തിനെ നമ്മൾ പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹം എന്തുവാണ്, ഫ്രഞ്ച് വിപ്ലവം, അതായത് ഫ്രഞ്ചുകാരുടെ ഹെൽപ്പോട് കൂടി ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പുള്ളി എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്രഞ്ചിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി നട്ടു. പിന്നെ ക്ലബ്ബായിട്ടുള്ള ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. പിന്നെ നമ്മൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് നെപ്പോളിയൻ ബൊണപ്പാർട്ട്. അദ്ദേഹം എന്നായിരുന്നു, 1799 അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, 1792 സെപ്റ്റംബറിലാണ് നമുക്ക് എന്ത് ചെയ്തത്, ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആയത്. പിന്നീട് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അതായത് ബ്രിട്ടീഷുകാർ രൂപീകരിച്ചു ഒരു സഖ്യം. ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായിട്ടൊരു യൂറോപ്യൻ സഖ്യം രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ നെപ്പോളിയനാണ് അതിൽ ഹെഡായിട്ട് വന്നിട്ട് 1799 അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ഒരു ഏകാധിപതി ആയിരുന്നു അദ്ദേഹം. പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്താണ്, ബെറ്റർമെൻറ്റ് ഓഫ് ഫ്രാൻസിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐഡിയകളാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്താണ്, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇദ്ദേഹത്തെ ഭയമായിരുന്നു. ഇദ്ദേഹം ഇനി നമ്മുടെ രാജ്യവും കീഴടക്കി യൂറോപ്പ് ഒട്ടാകെ ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജി ഉണ്ടാക്കിയെടുക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരായിരുന്നു അവർ. ഓക്കെ, ആദ്യമൊക്കെ യുദ്ധം ചെയ്ത് ഇദ്ദേഹം ഭരണം പിടിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇദ്ദേഹത്തെ ഭയപ്പെടുകയും അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും വകവരുത്തുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാവുകയും 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന യൂറോപ്യൻ സഖ്യ സൈന്യങ്ങൾ പരാജയപ്പെടുത്തുകയും ചെയ്തതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് പോയത് റൂസോയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ട് ബന്ധപ്പെട്ടതിൽ ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, സോഷ്യൽ കോൺട്രാക്ട്. നമ്മുടെ അദ്ദേഹത്തിൻ്റെ റൂസോയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത്രയാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യത്തെ സെക്ഷനിൽ പഠിച്ചത്. ഓക്കെ, ഇത് ഇനി പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, പിന്നെ റഷ്യൻ വിപ്ലവം, അങ്ങനെ 3 വിപ്ലവങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലേ? ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഒരുപാട് വർഷങ്ങളുണ്ടായിരുന്നു, കഥയൊക്കെ ഓർമ്മ വരട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇത്രയും ഒന്നുകൂടെ ഓടിച്ച് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് എന്തിലോട്ട് പോകണം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് പോകണം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്ന് പൊങ്ങിയതിവിടെയാണ്. ഇവിടെയാണ് അവ ചുമന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടതിവിടെയാണ്.
കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സാമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പ് തുന്നുവാൻ മാച്ചു പിച്ചു നീ കുഴിച്ചു മൂടിയ അടിമയെ എനിക്ക് തരൂ. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ പാബ്ലോ നെരൂദയുടെ ഒരു കൃതി എന്നുള്ളതാണ്. ഓക്കെ, തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിക്ചുവിൽ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ വിവരിക്കുന്നത്. ഈ വിവരണത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? വിഭവങ്ങളുടെ സമൃദ്ധി, അതായത് ഈ പറയുന്ന സ്ഥലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. തെക്കേ അമേരിക്കയിലെ ഒരു പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഏത്? ഈ പറയുന്ന മാച്ചു പിച്ചു എന്ന് പറയുന്നത്. മാച്ചു പിച്ചുവിലുള്ളത് കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ വീടാണ്. പിന്നെ ചോളത്തിൻ്റെ കൊടുത്ത കതിരുകളെ കാര്യം പറയുന്നുണ്ട്. ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണ് കിടക്കുന്ന, അതായത് അവിടുത്തെ സമൃദ്ധിയുടെ കാര്യം പറയുന്നുണ്ട്. ചോളകൃഷിയുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടത് ഇവിടെ നിന്നാണ്. അതായത് അതിൻ്റെ തോല് ഉരിഞ്ഞെടുക്കുന്ന ആ പരിപാടിയാണ്. അപ്പം ആടുകളെ വളർത്തിയിരുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ഉടുപ്പ് തുന്നുവാൻ, അതായത് വ്യാപാരം നടത്തിയിരുന്നു. അതായത് പലതരത്തിലുള്ള ഗ്രാമീണ തൊഴിൽ നമ്മളെന്തോ കൈത്തൊഴിലുകളൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനെയുള്ള പരിപാടികളും ചെയ്തിട്ടുണ്ട്. അതാണ് പറയുന്നത്. വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിഭവങ്ങളുടെ സമൃദ്ധിയെപ്പറ്റി പറയുന്നുണ്ട്. ചോളകൃഷി ഉണ്ടായിരുന്ന കാര്യം പറയുന്നുണ്ട്. ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു എന്ന് പറയുന്നു. വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു എന്ന് പറയുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. അപ്പോൾ എന്താണ്, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയയിൽ സമൃദ്ധിയുണ്ടോ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങൂടെ? ചൂഷണം ചെയ്യാൻ ചൂഷകർ പ്രത്യക്ഷപ്പെടും. അവരെന്ത് ചെയ്യും? ആ പ്രദേശത്തെ ചൂഷണം ചെയ്യാൻ ആരംഭിക്കും. അത്തരത്തിൽ ചൂഷണം നേരിട്ട ഒരു പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക. അപ്പോൾ ലാറ്റിൻ അമേരിക്കയെ ചൂഷണം ചെയ്തവരാരൊക്കെയാണ്? സ്പെയിൻകാരും പോർച്ചുഗീസുകാരുമാണ്. ഓക്കെ, അപ്പോൾ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും കൂടി ലാറ്റിൻ അമേരിക്ക എന്ത് ചെയ്തു? കോളനിയാക്കി എന്നാണ് പറയുന്നത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണെന്ന് നോക്കാം. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും ഇവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകൾ ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇവരുടെ കോളനി ആക്കിയതിന് ശേഷം ഇവരുടെ ഭാഷയും മതവും ആചാരങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രചരിപ്പിക്കുന്നു. അതങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതായത് ഇവരെന്ത് ചെയ്യുന്നത്? ഇവർ ഈ സ്ഥലങ്ങൾ കീഴടക്കുന്നത് അല്ലെങ്കിൽ രാജ്യങ്ങൾ പിടിച്ചടക്കുന്നത് എന്തിനാണ്? അവരുടെ മതത്തെ പ്രചരിപ്പിക്കാനും അവരുടെ ഭാഷയെ പ്രചരിപ്പിക്കാനും ആചാരങ്ങളെ പ്രചരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അങ്ങനെ രാജ്യങ്ങൾ കീഴടക്കിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരിവിടെ ചെയ്തതും സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയും ചെയ്തതും മറിച്ചൊന്നല്ല. അവർ ചെയ്തത് എന്താണ്? ഭാഷയെയും മതത്തെയും ആചാരത്തെയും പ്രചരിപ്പിക്കുന്ന രീതിക്കുള്ള പ്രവർത്തികളായിരുന്നു. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിതികളും വിദ്യാലയങ്ങൾ നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവരുടേതായിട്ടുള്ള സംസ്കാരം ഈ പ്രദേശത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇത് പറയുമ്പോൾ. അതായത് അവരുടെ നിർമ്മാണ വിദ്യയിൽ അവർ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ അവരുടെ കൃഷി രീതിയും കാർഷിക വിളകളും എന്ത് ചെയ്യുന്നു? ഇവിടെ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നു. അവരുടെ ഭാഷയും മതവും എന്ത് ചെയ്യുന്നു? ആചാരങ്ങളും ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവർ ഈ കോളനികളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി യൂറോപ്യരിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. യൂറോപ്യരിൽ നിന്ന് പലതരത്തിലുള്ള രോഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിഭജനം പുലർത്തി. അവരെന്ത് ചെയ്യുന്നു? വംശീയമായിട്ടുള്ള വിഭജനം. അതായത് വന്നവർ സ്പാനിഷുകാരുണ്ട്, പോർച്ചുഗീസുകാരാണ് വന്നിട്ടുള്ളത്. എങ്ങോട്ടേക്ക്? ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കയിലേക്ക്. അപ്പം ആ വന്നവരും ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നവരും രണ്ട് വംശത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? വംശീയ വിവേചനവും പുലർത്തി. ഇനി ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. അതിനാണല്ലോ ഇവരെന്ത് ചെയ്തേക്കുന്നത്? ഈ സമ്പന്നമായ പ്രദേശങ്ങൾ കൈയടക്കുന്നത് അവിടെ നിന്നും കൊള്ളയടിക്കാനാണ്. അത് ചിലപ്പോൾ അസംസ്കൃത വസ്തുക്കളാവാം, ചിലപ്പോൾ ഖനികളിൽ നിന്നുള്ള ധാതു സമ്പത്താവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ നിങ്ങളുടെ പുരാതനമായിട്ടുള്ള വല്ല ക്ഷേത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള എന്തെങ്കിലും സാധനങ്ങളോ ആവാം. ഇതെല്ലാം എന്താണ്? കൊള്ളയടിയായിട്ടാണ് കണക്കാക്കുന്നത്. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപ്ലവങ്ങളിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാകാൻ തുടങ്ങി. അപ്പം ആ പറയുന്ന ലാറ്റിൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തികളുടെ പേരാണ് ഈ കൊടുത്തേക്കുന്നത്. ആരാണ്? ജോസെ ഡി സാൻ മാർട്ടിൻ, പിന്നെ ഫ്രാൻസിസ്കോ മിരാഡ, പേര് വായിച്ചപ്പോൾ മാറിപ്പോയി,
ഫ്രാൻസിസ്കോ മിരാഡ, പിന്നെ സൈമൺ ബൊളിവർ. അപ്പോൾ സൈമൺ ബൊളിവർ അവരെല്ലാം കൂടെ ചേർന്നാണ് എന്ത് ചെയ്തത്, ഈ ലാറ്റിൻ അമേരിക്കയെ എന്ത് ചെയ്തത്, സ്വതന്ത്രമാക്കാൻ വേണ്ടി ആരംഭിച്ചത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് എന്താണ്, തെക്കേ അമേരിക്കയിലെ ഒരു ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെയാണ് എന്ത് പറഞ്ഞേക്കുന്നത്, സ്പെയിൻകാരും പോർച്ചുഗീസുകാരും കൂടിയാണ് അവിടെ കോളനികൾ സ്ഥാപിച്ച് അവിടുത്തെ ജനജീവിതത്തെയും അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെയും ഭാഷയെയും മതത്തെയും എല്ലാം എന്ത് ചെയ്തു, അവർ വയലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ പുതിയ പുതിയ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അതെല്ലാം ഈ സ്പാനിഷുകാരും ഈ പോർച്ചുഗീസുകാരുമാണ്. പിന്നീട് എന്ത് ചെയ്തു, ഇത് സഹിക്കാൻ വയ്യാത്തൊരു സ്ഥിതി വന്നപ്പോൾ എന്ത് ചെയ്തു, അവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി. അത്തരത്തിൽ എന്ത് ചെയ്തു, ആരുടെ നേതൃത്വത്തിലാണ് ഈ വിപ്ലവങ്ങൾ ഉണ്ടായത്, ജോസേ ഡി സാൻ മാർട്ടിൻ, പിന്നെ ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങുന്നു. ഓക്കെ അല്ലേടെ, കുഴപ്പമുണ്ടോടെ, ഉണ്ടോ? അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്തുവാണ്, ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിലാണ്, നമ്മുടെ ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൽ കൂടുതൽ ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഡേറ്റൊക്കെ പറഞ്ഞാണ് പോയത്. ഇനി നമുക്ക് റഷ്യൻ വിപ്ലവം നോക്കാം. എന്താണ് പറഞ്ഞേക്കുന്നത്, ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്കും വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്ക വണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ, എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യും. അമ്മ മാക്സിം ഗോർക്കി. അപ്പോൾ ഇതെന്തുവാണ്, ഒരു 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 എന്താണ്, ഇവരെന്തൊക്കെയോ അടിച്ചമർത്തലുകൾ നേരിടുന്നുണ്ട്. അതിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, ഇവർ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമാണ്. അതേസമയം അവർക്ക് എന്ത് ചെയ്യുന്നില്ല, മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നമുക്കില്ല. സ്വന്തം അവകാശത്തിനും അഭിമാനത്തിനും വേണ്ടി പൊരുതാനായിട്ടുള്ള അവകാശമില്ലാത്തവർ, അവർക്ക് എന്തു വേണ്ടി, ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതായത് അടിമകളെ പോലെ അവരെ യൂസ് ചെയ്യാമെന്ന്. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്ക വണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടത്. ഇവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്, സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ, എല്ലാ ഉൽപാദനോപാധികളും, അതായത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപാധികളെല്ലാം ജനങ്ങൾക്ക് നൽകണം, എല്ലാ അധികാരവും ആർക്ക് നൽകണം, ജനങ്ങൾക്ക് നൽകണം. അധ്വാനം എന്നത് ഒരു കൂട്ടരുടെ മാത്രം ചുമതലയല്ല, അത് എല്ലാവരുടെയും ചുമതലയാണ്. ഞങ്ങൾ വെറും കലാപകാരികളാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്, കലാപകാരികളല്ല, വിപ്ലവകാരികളാണെന്ന് ഇവർ പറയുന്നു. എന്നിട്ട് എന്താ പറയുന്നത്, ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രമുള്ള കാലത്തോളം, അതായത് എല്ലാവർക്കും തുല്യത ഇല്ലാത്തത്രയും കാലത്തോളം എന്തുണ്ടായിക്കൊണ്ടേയിരിക്കും, വിപ്ലവകാരികളായി തുടരുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാക്സിം ഗോർക്കി എന്ന ലോകപ്രശസ്ത റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് ഇവ. അപ്പം മാക്സിം ഗോർക്കി, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അമ്മ. ഓക്കെ, അതിലൊരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ എങ്ങനായിരുന്നു തൊഴിലാളികളും കർഷകരും ആ ഒരു സമൂഹത്തിൽ ജീവിച്ചിരുന്നത്, അവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു അവരുടെ അൾട്ടിമേറ്റ് എയിം, അതിനെപ്പറ്റിയൊക്കെയാണ് പറയുന്നത്. അന്നത്തെ റഷ്യൻ സമൂഹത്തെ പറ്റി ഇതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം, എന്തെല്ലാം ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും അധ്വാനിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ വേറെന്തോ പറയുന്നുണ്ട്, എല്ലാ അധികാരങ്ങളും ജനങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അധ്വാനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ചുമതലയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ അവർ പറയുന്നു. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ ചുമ്മാ ഒന്നും ആരും ഇങ്ങനെ പറയത്തില്ലല്ലോ. അപ്പോൾ ഇവരെന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. അപ്പോൾ റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം, അപ്പോൾ ഇവിടെ എന്തായിരുന്നു, ഏകാധിപത്യമായിരുന്നു റഷ്യയിൽ. അപ്പോൾ
അവരുടെ ഏകാധിപത്യ ഭരണത്തിൻ മൂലം ആര് ദുരിതം അനുഭവിച്ചു? കർഷകരും ഫാക്ടറി തൊഴിലാളികളും എന്ന് വെച്ചാൽ സാധാരണക്കാരെല്ലാവരും എന്ത് ചെയ്തു? ദുരിതപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതമാണ് നയിച്ചത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, കർഷകർക്ക് സ്വന്തമായി എന്തില്ല. നമ്മൾ മറ്റേ ഫ്രഞ്ച് വിപ്ലവത്തിൽ പറഞ്ഞതാണ്, ഫ്രഞ്ചിനെ നമ്മൾ എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തില്ല, അവിടെ കർഷകർക്ക് സ്വന്തമായി ഭൂമിയില്ല, പുരോഹിതർക്കും പ്രഭുക്കൾക്കുമാണ് സ്വന്തമായിട്ട് ഭൂമിയുള്ളത്. അതേ ഐഡിയ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ റഷ്യനിൽ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം കുറവാണ്, കർഷകർക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ടോ? ഇല്ല. അപ്പോൾ അവർ പക്ഷേ എന്ത് കൊടുക്കണം? നികുതി കൊടുക്കേണ്ടി വന്നിരുന്നു. അതും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ട്? അതായത് ഇങ്ങനെ ഇത് അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ അവരെ കൊണ്ട് മീൻസ് കാർഷികമായിട്ട് ഉൽപ്പാദനം മെച്ചമാണ് എങ്കിൽ എന്ത് ചെയ്യാം? നികുതി അടയ്ക്കാം. ഉൽപ്പാദനം ഇല്ലാത്തൊരു സമയത്ത് നികുതി അടയ്ക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? ഇവർക്ക് അടയ്ക്കാൻ ഇല്ലല്ലോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അത്. പിന്നെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ വേറൊരു പ്രശ്നം എന്തുവാണ്? പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു റഷ്യ, ഒരുപാട് പ്രകൃതി വിഭവങ്ങളുണ്ട്. പക്ഷേ എന്താണ്? വ്യാവസായിക ഉൽപ്പാദനം കുറവാണ്. കാര്യം എന്താ? ഈ ഉള്ള വ്യവസായങ്ങളെ കൂടുതൽ നിയന്ത്രിക്കുന്നത് ആരാണ്? വിദേശികളാണ്. അപ്പോൾ ഉൽപ്പാദനത്തിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള പങ്ക് കാണും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ജനങ്ങൾ അല്ലെങ്കിൽ ഈ കർഷകർ അല്ലെങ്കിൽ ഈ വ്യാവസായിക തൊഴിൽ ഏർപ്പെടുന്നവർ ഒരു പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ അവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത്. അവർക്ക് സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും തൊഴിൽ ബാധകമാണ്, എല്ലാവരും തൊഴിൽ ചെയ്യണം എന്നൊക്കെ പറയാൻ കാരണം ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇനി ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ അതെന്തുവാണ്? ഒരു പെട്ടി കിടക്കുന്നത്, വായിച്ചു നോക്കാം. ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്തുവാണ്? റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ഈ പറയുന്ന ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ. എന്തുവാണിത്? സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. അപ്പം ഇതൊരു നിശബ്ദ ചിത്രമാണ്. ഏതാണ്? ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന് പറയുന്നത്. അത് സംവിധാനം ചെയ്ത ആരാണ്? സെർഗി ഐസൻസ്റ്റീൻ. അതായത് എന്ത് സിനിമയാണ്? റഷ്യൻ ചിത്രമാണ്. പക്ഷേ എന്താണ്? ശബ്ദമില്ല, നിശബ്ദ ചിത്രമാണ് ഈ നിശബ്ദ ചിത്രം. ഇനി കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പോട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിഗണിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. അപ്പോൾ അതിനകത്തുള്ള തീമാണ് പിന്നെ പറയുന്നത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായിട്ടുള്ള പൊട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചിത്രമൊന്ന്. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീൻ ആണ്. അതായത് വേറൊരു ആളെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്, ജോൺ റീഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം, അതും സംവിധാനം ചെയ്തത് ആരാണ്? സെർഗി ഐസൻസ്റ്റീൻ ആണ്. ഓക്കെ, കുഴപ്പമില്ല. അതാണ് ആ പേര്, ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന് പറയുന്നത്. പണ്ട് നിശബ്ദ ചിത്രമാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ചിത്രങ്ങളിൽ എന്തില്ല? ശബ്ദമില്ല. പിന്നെ വന്നപ്പോഴാണ് എന്ത് ശബ്ദമായി. ഇപ്പോൾ 4K ആയി, 3D ആയി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അതാണ്. അപ്പോൾ ഇനി എന്താ ബാക്കി വായിച്ചു നോക്കാം. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർഗി, ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന സാഹിത്യകാരന്മാർ എവിടെ? റഷ്യയിലുണ്ടായിരുന്ന റഷ്യയുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇവർ റഷ്യക്കാരാണെന്ന് ഞാൻ വിലയിരുത്തുന്നു. എന്നിട്ട് എന്താ പറയുക? തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർഗി, അതുപോലെ ലിയോ ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങൾക്ക് രൂപം നൽകിയത് ആരൊക്കെയാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സാഹിത്യകാരന്മാർ ആരൊക്കെ പറയാം? ലിയോ ടോൾസ്റ്റോയ് ഉണ്ട്, മാക്സിം ഗോർഗി ഉണ്ട്, ഇവാൻ തുർഗനേവ് ഉണ്ട്, ആന്റൺ ചെക്കോവ് ഉണ്ട്. കൂടാതെ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ച അല്ലെങ്കിൽ അത് ഒരു ആശയം ആവിഷ്കരിച്ച ആൾക്കാർ ആരൊക്കെയാണ്? കാൾ മാർക്സും അതുപോലെ തന്നെ ഫ്രെഡറിക് എംഗൽസും. ഓക്കെ,
ഇനി എന്താ എഴുതിയേക്കുന്നത്? മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. അവരെന്ത് ചെയ്തടെ? മുതലാളിമാർ ഒരു ഉൽപാദന വ്യവസ്ഥ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു രീതി. അതിന് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികൾ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. അപ്പോൾ ഒരാൾ അയാളുടെ പ്രശ്നം പറയുമ്പോൾ അതിന് വിലയില്ല എങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് പറയാം എന്നുള്ളതിൽ തൊഴിലാളികളുടെ ഒരു സംഘടന രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. അങ്ങനെ രൂപം കൊണ്ട പാർട്ടിയുടെ പേരെന്താണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. എവിടാണ്? റഷ്യയുടെ കാര്യമാണ് പറയുന്നത്. മാർക്സിസ്റ്റ് ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ള പാർട്ടിയാണിത്, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ പാർട്ടി പിന്നീട് മെൻഷവിക്കുകൾ ന്യൂനപക്ഷമെന്നും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷമെന്നും രണ്ടായി പിരിഞ്ഞു. ഓക്കെ, ഇവർ പിന്നെ എന്ത് ചെയ്തടെ? രണ്ടായിട്ട് പിരിഞ്ഞു. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിഞ്ഞു. ഒന്ന് മെൻഷവിക്കുകളും പിന്നെ ഒന്ന് ബോൾഷെവിക്കുകളും. ഓക്കെ, ബോൾഷെവിക്കുകളും എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകി. അപ്പോൾ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയ രണ്ടുപേര് ആരൊക്കെയാണ്? ഒന്ന് ലെനിനും ഒന്ന് ട്രോട്സ്കിയുമാണ്. ഓക്കെ, ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയവർ. അപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. മെൻഷവിക്കിൻ്റെ ആളാരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. അലക്സാണ്ടർ കെരൻസ്കി. ലെനിനും ട്രോട്സ്കിയും ഏതിലായിരുന്നു? അത് ബോൾഷെവിക് പാർട്ടിക്കായിരുന്നു. ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകി. മെൻഷവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കി. ഓക്കെ, അപ്പം ഇത് രണ്ടും എവിടെ നിന്നാണ് രൂപം കൊണ്ടത്? ഈ പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിളർന്ന് അല്ലെങ്കിൽ രണ്ടായിട്ട് മാറിയപ്പോൾ, രണ്ടായിട്ട് പിരിഞ്ഞപ്പോൾ അതിലുള്ളതാണ് ഈ പറയുന്ന ബോൾഷെവിക്കുകൾ. ബോൾഷെവിക്കുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവും മെൻഷവിക്കുകൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷവുമാണ്. ഓക്കെ, ഇനി എന്താ എഴുതിയിരിക്കുന്നത്? 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. അപ്പോൾ ഈ പറയുന്നത് ഇവിടെ എന്തുവാണ്? ഇവിടെ ഓൾറെഡി റഷ്യയിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മൂലം അവരെന്ത് ചെയ്യുന്നു? അവർ പ്രക്ഷോഭങ്ങൾ നടത്താൻ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ആ ഒരു ബേസിസിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ റഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് എന്തുവായിരുന്നു? ജനറലി ആരും അവരെ അടിച്ചമർത്തുന്നില്ല. ഈ സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യ ഭരണത്തിൻ്റെ കാര്യമാണ് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭരണവും അവരുടെ ഭരണരീതിയും കൊണ്ട് പൊറുതിമുട്ടിയ ജനമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ 1905 എന്ത് സംഭവിച്ചു? റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്ക് ഏറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കിയെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. അപ്പോൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് തൊഴിലാളികൾ എന്ത് ചെയ്തു? 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിന് നേരെ പട്ടാളം എന്ത് ചെയ്തു? വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ രക്തരൂഷിതമായ ഞായറാഴ്ച ഏതുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ആ പ്രകടനം നടന്നതെന്നാണ് 1905 ജനുവരി 9. 1905 ജാനുവരി 9 എന്ത് നടക്കുന്നത്? ഈ പറഞ്ഞ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തുന്നതും ആ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിയുതിർക്കുന്നതും അതിൽ ഒരുപാട് പേരെന്ത് ചെയ്യുന്നു? 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിക്കപ്പെട്ടു. ഇവ സോവിയറ്റുകൾ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ഈ തൊഴിലാളി സംഘടനകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സോവിയറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത്? സമരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ച് തൊഴിലാളികൾ, അവർ തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ച് എന്ത് ചെയ്യുന്നു? ആ ഒരു രാജ്യമെമ്പാടും സമരത്തിൽ ഏർപ്പെടുന്നു. അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട ഇത്തരത്തിലുള്ള സംഘങ്ങൾ, തൊഴിലാളികളുടെ സംഘങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോവിയറ്റുകൾ എന്ന് പറയുന്നത്. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. അതായത് സാർ ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ ഭരണ സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ദ്യൂമ എന്ന പേരിൽ ചക്രവർത്തി എന്ത് ചെയ്യുന്നു? ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പിന്നീട് 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു.
എന്തുവാ 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. അതായത് നിക്കോളാസ് രണ്ടാമനാണ് ആള്. അദ്ദേഹം ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ക്ലിയർ ആയി? ഇപ്പോഴാണത് ക്ലിയർ ആയത്. അതായത് പുള്ളി ഇപ്പം എന്ത് പറഞ്ഞിരിക്കുന്നത്, ദ്യൂമ എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മുടെ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു, സമരം ഉണ്ടാക്കുന്നു. അങ്ങനെ സമരം ചെയ്യുമ്പോൾ സമരം ശക്തമായതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവരൊരു നിർമ്മാണ സഭ ഈ സാർ ചക്രവർത്തി ഉണ്ടാക്കിയെടുക്കുന്നു. ഈ ഒരു സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പുള്ളി ഒരു സഭ ഉണ്ടാക്കിയിട്ട് ആ സഭ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിച്ച സമയത്ത് ഈ സഭ പറയുന്നുണ്ട് എന്താണ്, ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അത് അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പുള്ളി ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ പുള്ളിയുടെ സൈന്യമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അനേകം റഷ്യൻ സൈന്യം എന്ത് ചെയ്തു, ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യദൗർബല്യം രൂക്ഷമായി. 1914 എന്ത് ചെയ്യുന്നത്, ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ ആര് പങ്കാളിയായി, റഷ്യ പങ്കാളിയായി. 1917 ആയപ്പോൾ ഭക്ഷ്യദൗർബല്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവുകളിൽ പ്രകടനം നടത്തി. അതായത് ഈ പറയുന്ന 1917 മാർച്ച് 8 അന്ന് എന്ത് ചെയ്തിരിക്കുന്നു, ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തു, തെരുവിലിറങ്ങി പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണവുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തുവാണ് പറഞ്ഞത്, രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ച, ബ്ലഡി സൺഡേ, അത് നടന്നത് ഈ പറയുന്ന പേരെന്ത് വരുന്നടേ, പോയോ പെട്രോഗ്രാഡ് പട്ടണത്തിൻ്റെ വെച്ചാണ് നടന്നത്. എന്നായിരുന്നു 1905 ജാനുവരി എത്രയായിരുന്നു, 9. 1905 ജാനുവരി 9 ഈ പ്രകടനം നടന്നു. പ്രകടനത്തിന് നേരെ പട്ടാളം വെടിയുതിർത്ത് ആ ഒരു സംഭവത്തെയാണ് രക്തരൂക്ഷിതമായിട്ടുള്ള ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. അപ്പോൾ ഈ പറയുന്ന പെട്രോഗ്രാഡ് പട്ടണത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. ഇനി സൈനികർ ആദ്യം ഈ പ്രകടനത്തെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. ആദ്യം എന്ത് ചെയ്തോടെ, ഈ സൈന്യം, അതായത് രാജാവിൻ്റെ സൈന്യം, സാർ ചക്രവർത്തി ആരായിരുന്നു, നിക്കോളാസ് രണ്ടാമനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈന്യം ഈ പ്രകടനത്തെ എന്ത് ചെയ്തു, ആദ്യം നേരിട്ടു. പിന്നീട് എന്ത് ചെയ്തു, ഇവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിനെ പ്രേരിപ്പിച്ചത്. അതായത് ആ ദ്യൂമ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്, ആ ഭരണ നിയമനിർമ്മാണ സഭയുണ്ടല്ലോ, അവർ തന്നെ എന്ത് ചെയ്തു, ചക്രവർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളി ആവണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി കേൾക്കാതെയാണ് സ്വന്തം സൈന്യത്തെ എന്തിലേക്ക് അയച്ചത്, യുദ്ധത്തിന് അയക്കുകയും ഒരുപാട് സൈനികർ മരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ മരിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റി, ആ സൈന്യത്തിലുള്ളവർക്ക് തന്നെ ഈ പറയുന്ന രാജാവിനോട് യോജിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരുന്നു. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ഈ കർഷകരോടും അല്ലെങ്കിൽ തൊഴിലാളികളോടൊപ്പം ഗ്രൂപ്പ് ചേരുന്നത്. അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച, അതായത് ഈ പറയുന്ന സൈനികർ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിനെ പ്രേരിപ്പിച്ചത്. എന്തിലേക്ക്, അതായത് ഈ തൊഴിലാളികളോടൊപ്പം ചേർന്ന് പ്രതിഷേധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. അപ്പോൾ തൊഴിലാളികളെ നിയന്ത്രിക്കാനായിട്ട് ആരില്ല, സൈന്യമില്ല. സൈന്യവും കൂടെ ആരോടെ ചേർന്നു, ഈ തൊഴിലാളികളുടെ പ്രതിഷേധത്തിൽ പങ്കാളിയായി എന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു, ആ നഗരം തന്നെ പിടിച്ചടക്കുന്നു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ, മെൻഷവിക് എന്ന് പറയുന്നത് എന്തായിരുന്നു, ന്യൂനപക്ഷമായിരുന്നു. ഏതില്, നമ്മുടെ ആ പാർട്ടിയുടെ പേരെന്ന് വരുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയിലെ ന്യൂനപക്ഷത്തെയാണ് മെൻഷവിക്കുകളെന്നും ഭൂരിപക്ഷത്തെയാണ് ബോൾഷവിക്കുകളെന്നും വിളിക്കുന്നത്. ന്യൂനപക്ഷത്തിന്റെ നേതാവായിരുന്നു ആര്, ന്യൂനപക്ഷം അഥവാ മെൻഷവിക്കുകളുടെ നേതാവായിരുന്നു അലക്സാണ്ടർ കെരൻസ്കി. ബോൾഷവിക്കുകളുടെ അഥവാ ഭൂരിപക്ഷത്തിന്റെ നേതാവായിട്ട് പറയുന്നത് ലെനിനെയും ട്രോട്സ്കിയെയും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മുടെ നിക്കോളാസ് രണ്ടാമനല്ലേ, അതെ, നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ റഷ്യയിൽ ആരാണ് ഗവൺമെൻറ്, ആരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് വന്നത്, മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ ഓക്കെ അല്ലേടെ, ഏത് നഗരം പിടിച്ചടക്കിയതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്, പെട്രോഗ്രാഡ് എന്ന് പറയുന്ന പട്ടണം, ആ പട്ടണം തൊഴിലാളികൾ പിടിച്ചടക്കിയതിനെ തുടർന്നാണ് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും അലക്സാണ്ടർ കെരൻസ്കി എന്താവുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്യുന്നത്. ഇത് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നു.
റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന ഈ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അതായത് മാർച്ച് 8-ന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് മാർച്ച് മാസത്തിലാണ് ഇത് നടക്കുന്നത്. 1917 മാർച്ച് മാസത്തിലാണ് നടക്കുന്നത് ഈ ഒരു ഇത്. പക്ഷേ അത് അറിയപ്പെടുന്നത് എന്തെന്നാണ്? ഫെബ്രുവരി വിപ്ലവം എന്നാണ്. കാര്യം റഷ്യൻ കലണ്ടർ ബാക്കിലോട്ടാണ്. അവർക്ക് മാർച്ച് എല്ലാ വർഷവും എല്ലാ രാജ്യക്കാർക്കും മാർച്ച് ആകുമ്പോൾ ഇവർക്ക് എന്താവത്തില്ല, മാർച്ച് ആവത്തില്ല, ഫെബ്രുവരി ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാ ഇവിടെ ഒരു മാർക്സിസം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ്? കാൾ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം. അതൊരു ആശയങ്ങളുടെ, അവരുടെ കുറേ ഐഡിയകളുടെ ഒരു ഗ്രൂപ്പിനെയാണ്, അതിനെയാണ് മാർക്സിസം എന്ന് വിളിക്കുന്നത്. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളെയാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം. എന്താണ്? ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നാണ് ഇതിലെ പ്രധാന ആശയം. ഉൽപാദന ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിൽ പല രീതിയിലും ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കാളികളാവുന്നുണ്ട്. അതായത് തൊഴിലാളികൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നതിനകത്ത് പങ്കാളികളാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ബന്ധങ്ങൾ ആ സമൂഹത്തിൻ്റെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നാണ് പറയുന്നത്. ഇതിലെ പ്രധാന ആശയം ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ എന്താണ്? തൊഴിലാളി വർഗമാണ് ഈ പറയുന്ന ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം. ശരിയാണ്. നമ്മളൊരു ഉൽപാദന പ്രക്രിയ എടുത്ത് നോക്കിയാലും അതിനകത്ത് നമ്മൾ മെയിനായിട്ട് 4 ഘടകങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഘടകം എന്ന് പറയുന്നത് ഈ പറയുന്ന തൊഴിലാളികളാണ്. ഓക്കെ, അതൊരു നിശ്ചിത എണ്ണം നമുക്ക് വേണ്ടിയേ തീരൂ. നമുക്ക് ആ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായിരുന്നു തൊഴിലാളികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട്ലി എന്ത് ചെയ്യാം? കുറേയൊക്കെ മിഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് തൊഴിലാളികളെ റീപ്ലേസ് ചെയ്യാം. അപ്പം ആ സമയത്ത് എന്നാണ് ഈ പറയുന്ന 1917 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു 1917 1914 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ ആശയങ്ങൾ പ്രകടിപ്പിച്ച, അതായത് മാർക്സിസം എന്ന് പറയുന്ന ഒരു പുതിയ ഐഡിയയിൽ അവർ പറയുന്നത് എന്താണ്? തൊഴിലാളികളാണ് ഉൽപാദന പ്രക്രിയയുടെ മെയിൻ ആള് അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം. അതുകൊണ്ട് തന്നെ അവരുടെ എന്താണ് ആ തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യത്തിന് വേണ്ടി അവർക്ക് എല്ലാ രീതിയിലുമുള്ള അവരുടെ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. മാർക്സിസം ആരൊക്കെയാണ് പറഞ്ഞത്? മാർക്സിസം അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത് ആരൊക്കെയാണ്? കാൾ മാർക്സും ഫെഡറിക് എംഗൽസും ആണ്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. സോവിയറ്റുകൾ എന്ന് പറയുന്നത് എന്തെന്നായിരുന്നു? റഷ്യയിലെ സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തെന്നായിരുന്നു? ഈ പറയുന്ന തൊഴിലാളി സംഘടനകളെയാണ് നമ്മൾ സോവിയറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു താൽക്കാലിക ഗവൺമെൻറ് ആരുടെ നേതൃത്വത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്? മെൻഷവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കി തന്നെയുള്ള പേര്, കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ഒരു താൽക്കാലിക ഗവൺമെൻറ് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സമയം എന്ത് ചെയ്യുന്നില്ല? ആ ഒരു ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം എന്ത് ചെയ്യില്ല? അംഗീകരിച്ചില്ല. നിങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കിയോ, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല, ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ സമയം സ്വിറ്റ്സർലാൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായി എതിർത്തു. അപ്പോൾ പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. പുള്ളി ആരായിരുന്നു? ലെനിൻ എന്ന് പറയുന്നത് ബോൾഷെവിക്കുകളിലെ ആളായിരുന്നു. ബോൾഷെവിക്കുകൾ എന്ന് പറയുന്ന ഭൂരിപക്ഷത്തെ, നമ്മൾ ആ പാർട്ടി പിളർന്ന് രണ്ടായപ്പോൾ മെൻഷവിക്കുകളും ബോൾഷെവിക്കുകളും ഉണ്ടായി. ആ ബോൾഷെവിക്കുകളിലെ മെയിനായിട്ടുള്ള ആളാണ് ആര്? ഈ ലെനിൻ എന്ന് പറയുന്നത്. പുള്ളി ഈ സമയത്ത് എവിടെ ആയിരുന്നു? ഈ യുദ്ധമൊക്കെ ഇവിടെ ഫെബ്രുവരി വിപ്ലവമൊക്കെ ഇവിടെ നടന്ന സമയത്ത് പുള്ളി എവിടെ ആയിരുന്നു? സ്വിറ്റ്സർലാൻഡിൽ എങ്ങാണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്തു? തിരിച്ചു വന്നു. എങ്ങോട്ട്? റഷ്യയിലേക്ക് എത്തിയിട്ട് എന്തു ചെയ്തു? ഈ ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് പുള്ളി അങ്ങ് എതിർത്തു. വിപ്ലവം അതിൻ്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്ത് ചെയ്യണം? വിപ്ലവം ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം ആർക്ക് കൊടുക്കണമെന്ന്? സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിൻ്റെ നിലപാടിനെ പിന്തുണച്ചു. അതായത് ബോൾഷെവിക്ക് എന്ന് പറയുന്നത് പുള്ളിയുടെ ഗ്രൂപ്പാണ്. അതോടൊപ്പം തന്നെ സോവിയറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പാർട്ടിയാണ്, മീൻസ് സംഘടനകളാണ്, തൊഴിലാളി സംഘടനകളാണ്. അങ്ങനെ എല്ലാവരുടെ പറഞ്ഞത് സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിക്കപ്പെട്ടു. ഇതിനെയാണ് സോവിയറ്റുകൾ എന്ന് പറയുന്നത്. അതായത് സമരത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളെയാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സോവിയറ്റുകളും ബോൾഷെവിക്കുകളും കൂടെ ആരുടെ ഗ്രൂപ്പിൽ ചേർന്നു? ഈ പറയുന്ന ലെനിൻ്റെ ഗ്രൂപ്പിലായി. ഓക്കെ, അപ്പോൾ എന്തു പറ്റി? ലെനിനെ പിന്തുണച്ചു ഇവർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രചരിപ്പിച്ചു. അവരെന്ത് പറഞ്ഞു? പരത്താൻ തുടങ്ങി. ഈ ഒരു സാമ്പത്തിക നമ്മുടെ ഇപ്പോൾ ഉള്ള
ഉള്ളൊരു സ്ഥിതി എന്ന് പറയുന്നത് പണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഐഡിയയാണ്. അത് മാറിയിട്ട് എല്ലാവർക്കും ഇപ്പോൾ എന്താണ് അസമത്വമാണ് നിലനിൽക്കുന്നത്. ജനങ്ങൾക്കിടയിൽ അസമത്വം ഇല്ലാതാക്കി സമത്വം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? തൊഴിലാളി വർഗ ഭരണകൂടങ്ങൾക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. വേറെ ഒരാളെ കൊണ്ടും ഇതെന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ ഒരു അസമത്വം ഇല്ലാതാക്കാൻ കഴിയത്തില്ല എന്ന് ഈ ബോൾഷെവിക്കുകൾ പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. ഇതിനായി അവർ എന്ത് ചെയ്തു? ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അവരെന്തൊക്കെ പറഞ്ഞടെ എന്തുവാണ്, ആരെടുത്താണ് ഉന്നയിക്കുന്നത്? ഇപ്പോൾ കറണ്ട്ലി ആരാണ് ഈ പറയുന്ന ഒരു താൽക്കാലിക ഗവൺമെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരായിരുന്നു, നിക്കോളസ് രണ്ടാമനൊക്കെ രാജിവെച്ചു, ഓക്കെ, അല്ലെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവർ ഈ നിർദ്ദേശം ഉന്നയിക്കുന്നത് ഈ പറയുന്ന താൽക്കാലിക ഗവൺമെൻറ്റിനോടായിരിക്കും. എന്താണ് പറയാൻ പോകുന്നത്? ചക്രവർത്തി ഉണ്ട്, പക്ഷേ ചക്രവർത്തിയേക്കാൾ ബെറ്ററായിട്ട് ഇപ്പോൾ ഈ പറയുന്ന വിപ്ലവകാരികളാണ് ഭരണം നടത്തുന്നത്. അപ്പോൾ അതിനായി അവർ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. ആരാണ്? ഈ പറയുന്ന ബോൾഷെവിക്കുകളും ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവരെന്താണ് പറഞ്ഞത്? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക. റഷ്യ എന്ത് ചെയ്യണം? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യണം. അവർ പറഞ്ഞ പോയിന്റാണ്. എന്താണ്? പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യണം. ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസ്വത്തായിട്ട് മാറ്റുക. അപ്പോൾ ഫാക്ടറികൾ എന്തായിരിക്കണം? ജനങ്ങളുടെ പൊതുസ്വത്തായിട്ട് മാറ്റുക. ഇപ്പോൾ കറണ്ട്ലി ഫാക്ടറികൾ ആരെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ അധീനതയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ജനങ്ങളുടെ പൊതുസ്വത്താക്കി മാറ്റുക എന്നൊക്കെയാണ് പറഞ്ഞത്. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവർക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അതായത് ഈ പറയുന്ന ഒരു ടെമ്പററി ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നമ്മുടെ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ അവിടെ സ്ഥാപിതമായി. അപ്പോൾ ആ ഒരു ഗവൺമെൻറ്റിനോട് യോജിക്കാൻ ലെനിൻ ഉൾപ്പെട്ട ഈ പറയുന്ന സോവിയറ്റുകൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ എന്ത് ചെയ്യുന്നു? സായുധ കലാപം, ആയുധം വെച്ചിട്ടുള്ള കലാപം ആരംഭിക്കുന്നു. 1917 ഒക്ടോബറിലാണ്. അപ്പോൾ കെരൻസ്കി എന്ത് ചെയ്തു? രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ സായുധ കലാപങ്ങൾ ആരംഭിക്കുമ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത്? ആ ഭരണാധികാരി എന്ത് ചെയ്യുന്നു? പലായനം ചെയ്യുന്നു. അപ്പോൾ കെരൻസ്കി എന്ത് ചെയ്തു? രാജ്യം വിട്ടുപോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? റഷ്യ ആരുടെ നിയന്ത്രണത്തിലാവുന്നു? ഈ പറയുന്ന ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിൽ ആകുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവത്തെ നമ്മൾ ഒക്ടോബർ വിപ്ലവം എന്ന് പറയും. ഒക്ടോബർ വിപ്ലവം എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബറിലാണ്. അതുകൊണ്ടാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ്? ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ചതിനെ നമ്മൾ ഒക്ടോബർ വിപ്ലവം എന്നും, ഈ പറയുന്ന മെൻഷെവിക്കുകൾക്ക് എന്തുവാണ് അധികാരം ലഭിച്ചത്? അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കപ്പെട്ട് പറയുന്ന മെൻഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ചതിനെ നമ്മൾ ഫെബ്രുവരി വിപ്ലവം എന്നും പറയും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്താ എഴുതിയേക്കുന്നത്? പിന്നെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് രൂപം നൽകി. അപ്പോൾ ലെനിനാണല്ലോ ഇതിൻ്റെ മെയിൻ ആൾ. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നു? പുള്ളി അധ്യക്ഷനായിട്ട് ചെയർപേഴ്സണായിട്ട് ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ, അതായത് എന്നിട്ട് ഈ പറയുന്ന ബോൾഷെവിക്കുകളാണ് ഇപ്പോൾ എന്ത് ചെയ്തേക്കുന്നത്? റഷ്യയിൽ ഭരണം പിടിച്ചെടുക്കിയിരിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? ഒരു ക്യാബിനറ്റിന് രൂപം നൽകി അവർ ഭരണം തുടങ്ങുന്നു. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അവർ ഈ പറഞ്ഞ കുറച്ച് പോയിന്റ് ഇല്ലേ? അതായത് മോളി പറഞ്ഞ പോയിന്റ്, റഷ്യൻ യുദ്ധത്തിൽ നിന്ന് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറണം, പിന്നെ ഭൂമിയെല്ലാം ആർക്ക് കൊടുക്കണം? കർഷകർക്ക് കൊടുക്കണം, പിന്നെ ഫാക്ടറിയുടെ അത് പൊതുസ്വത്തായിട്ട് പ്രഖ്യാപിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നടന്നോ എന്നുള്ളത്, ഇതിൻ്റെ ഫലമായിട്ട് ഇതൊക്കെ നടന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്താ? ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ എന്ത് ചെയ്തു? പിന്മാറി. അപ്പോൾ അത് പിന്മാറ്റം നടത്തി. ഇനി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. അതുപോലെ പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ഉടമസ്ഥത, അതായത് ഫാക്ടറികളുടെയും മറ്റും സ്ഥാപനങ്ങളുടെയൊക്കെ പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. ഓക്കെ, പിന്നെ എന്ത് സംഭവിച്ചു? സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. അപ്പോൾ സാമ്പത്തികമായിട്ടും ശാസ്ത്രീയമായിട്ടും സാങ്കേതിക രംഗത്തും എല്ലാം എന്ത് ചെയ്തിട്ട് പുരോഗതി കൈവരിച്ചു. പിന്നെ 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. എവിടാണ്? ഈ പറഞ്ഞ ഇപ്പോൾ ബോൾഷെവിക്കുകളാണ് ഭരിക്കുന്നത്. 1924 1917 എന്ത് ചെയ്തേക്കുന്നത്? ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. 1917 ഫെബ്രുവരിയിലാണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന ഫെബ്രുവരി വിപ്ലവം. ഫെബ്രുവരിയിലെ യഥാർത്ഥത്തിൽ മാർച്ചിലാണ്, പക്ഷേ ഫെബ്രുവരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് 1917. ഓക്കെ, ഇതും 17. അതുപോലെ തന്നെ ഈ പറയുന്ന ഒക്ടോബർ വിപ്ലവം നടക്കുന്നതും 1917. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കുകയും ചെയ്തു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ എന്ന് പറയുന്നത് ഇതുപോലെ എന്താണ്? സമരത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള തൊഴിലാളി സംഘടനകളെയാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ തൊഴിലാളി സംഘടനകളുടെ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്നിട്ട് എന്താവുന്നു?
സോവിയറ്റ് യൂണിയൻ USSR രൂപപ്പെടുന്നു. അപ്പോൾ USSR രൂപപ്പെട്ട വർഷം എന്നാണ് 1924. 1924 ഭരണഘടന നിലവിൽ വരുന്നു, സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോവിയറ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ സോഷ്യലിസ്റ്റ് പറഞ്ഞ മാറിപ്പോയി. അപ്പോൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ വ്യാപകമായി. അതായത് വിപ്ലവം ഉണ്ടായി, വിപ്ലവം വിജയിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ഫോമിലാണോ യൂസ് ചെയ്തത് അതെന്ത് ചെയ്യും, ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എല്ലായിടത്തേക്കും വ്യാപിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ റഷ്യൻ വിപ്ലവം കുഴപ്പമില്ലല്ലോ, ഇവിടെ കുറച്ച് അധികം ഒരുപാട് വർഷമൊന്നുമില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, നമ്മൾ ഒന്നുകൂടെ ഒന്ന് റഷ്യൻ വിപ്ലവം നോക്കാം. റഷ്യൻ വിപ്ലവത്തിന് ഇവരെന്താണ്, ഈ പറയുന്ന സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യം മൂലം കർഷകരും തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വിപ്ലവത്തിലേക്ക് അവർ കടക്കുന്നത്. അവർ ഒറ്റയ്ക്ക് പോരാടാതെ എന്ത് ചെയ്തു, അവരൊരു സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, ഒരു സംഘടന, തൊഴിലാളികളുടെ ഒരു സംഘടന രൂപീകരിച്ചു. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സോവിയറ്റുകളെന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന സോവിയറ്റുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലാളി സംഘടനകൾ എന്ത് ചെയ്തു, അവരുടെ അവകാശങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടിട്ട് അവർ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് എന്ത് ചെയ്തു, 1905 ജനുവരി 9 ഒരു പ്രകടനം നടത്തുകയും അന്ന് അവരൊക്കെ അതിനെ അവരുടെ നേർ പട്ടാളം വെടിവെക്കുകയും ചെയ്ത് ഒരുപാട് പേർ മരണപ്പെടുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ ബ്ലഡി സൺഡേ അഥവാ രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് വിളിക്കുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് 1914 ആയപ്പോൾ 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചു. അന്നത്തെ സാർ ചക്രവർത്തി ആയിരുന്നിട്ടുള്ള നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്യുന്നു, റഷ്യ കൂടി 1-ാം ലോക യുദ്ധത്തിൽ പങ്കാളിയാകുന്നു എന്ന് പറഞ്ഞ് അവിടത്തേക്ക് എന്ത് ചെയ്യുന്നു, സൈന്യത്തെ അയക്കുന്നു. ആ സൈന്യത്തിലുള്ള ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ കൊല്ലപ്പെടുന്നു. അതുമൂലം പിന്നീട് എന്ത് ചെയ്യുന്നു, റഷ്യയുടെ സൈനികർ തന്നെ ഈ തൊഴിലാളി പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായി രാജാവിനെതിരെ പോരാടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 1917 മാർച്ചിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന തൊഴിലാളികൾ ആ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന പട്ടണം പിടിച്ചടക്കുകയും നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കി നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഏകദേശം അടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഗവൺമെൻറ് ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് അവിടെ സ്വിറ്റ്സർലാൻഡിൽ കിടന്ന ലെനിൻ എന്ത് ചെയ്യുന്നു, വണ്ടിയും പിടിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് എന്ത് പറയുന്നു, ഇതൊന്നും താൽക്കാലിക ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യുന്നു, പുള്ളി ശക്തമായിട്ട് എതിർക്കുന്നു. ഒരു കാരണവശാലും ഇത് ശരിയാവത്തില്ല, ഇങ്ങനെ ഒരു ഗവൺമെൻറ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആശയങ്ങളൊന്നും ശരിയാവത്തില്ല, എന്തുവാണ് തൊഴിലാളികൾ തന്നെ ഭരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ ആശയങ്ങളെല്ലാം പെർഫെക്റ്റ് ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കുറേ ഐഡിയാസ് അങ്ങനെ എന്ത് ചെയ്യുന്നു, വാരി വിതറാൻ തുടങ്ങി. അങ്ങനെ വിതിരി വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, പുള്ളിയുടെ പാർട്ടിക്കാരായി ബോൾഷെവിക്കുകളാണ്. അവരോടൊപ്പം ആരും കൂടെ ചേർന്നു, ഈ സോവിയറ്റുകളോട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ ഗ്രൂപ്പായിട്ട് ഈ ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ നോക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവസാനം അവരെന്ത് ചെയ്യുന്നു, ഈ 1917 ഒക്ടോബർ ആയപ്പോഴത്തേക്ക് ഈ താൽക്കാലിക ഗവൺമെൻറ്റിന് എതിരെ കലാപം ആരംഭിച്ചു. നമ്മുടെ കെറൻസ്കി എന്ത് ചെയ്യുന്നു, രാജ്യം വിടുന്നു. റഷ്യ ആരുടെ കയ്യിലാവുന്നു, ഈ പറയുന്ന ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുന്നു. ഓക്കെ, ഈ പരിപാടി അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവത്തെയാണ് ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. എന്നിട്ട് പിന്നെ എന്ത് പറ്റി, നമ്മുടെ ഈ ലെനിൻ്റെ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെ ഒരു ക്യാബിനറ്റ് രൂപം നൽകി. റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചോടെ, റഷ്യ ഈ പറയുന്ന 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി, കർഷകരുടെ ഭൂമി വിതരണം ചെയ്ത് നൽകി, പിന്നെ പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകി, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പാക്കി. പിന്നെ എന്താണ്, സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടത് 1924 ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ എല്ലാം കൂടെ ചേർത്തിട്ട് എന്തായി, ഒരു സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കപ്പെട്ടു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ കുറച്ച് ആൾക്കാർ ആരൊക്കെയായിരുന്നത്, മാർക്സിസം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ കാൾ മാർക്സും ഫെഡറിക് എംഗൽസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ പറഞ്ഞത് എന്തുവായിരുന്നു, എന്താണ് കർഷകരെ പറ്റിയൊക്കെ എഴുതിയിട്ടുള്ള സാഹിത്യകാരന്മാർ ഇവാൻ തുർഗനേവ്, അതുപോലെ മാക്സിം ഗോർഗി, ലിയോ ടോൾസ്റ്റോയ്, ആൻഡൻ ചെക്കോവ് എന്നിവരൊക്കെ. പിന്നെ ആ മാർക്സിസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എന്ത് നമ്മുടെ റഷ്യൻ വിപ്ലവം. ഇനി നമുക്ക് വേണ്ടത് ചൈനീസ് വിപ്ലവമാണ്. ചൈനീസ് വിപ്ലവത്തിൽ എന്താണ്, വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്നും വ്യത്യസ്തമായ 2 നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അവ കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയവുമായിരുന്നു. അവ എന്താണെന്ന് നോക്കാം. അതായത്
വിദേശ ആധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന എന്ത് ചെയ്തു? സാക്ഷ്യം വഹിച്ചു എന്നാണ് പറയുന്നത്. വിദേശികൾ ചൈനയിൽ ആധിപത്യം നേടി, അതോടൊപ്പം തന്നെ എന്താണ്, രാജവാഴ്ചയായിരുന്നു, അതിനെതിരെയും വിപ്ലവം ചെയ്യേണ്ടി വന്നു. ഓക്കെ, അതാണ് പറയുന്നത്. ഇത് രണ്ടും ചൈന സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ 2 നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചൈനയിൽ അവർ സ്വീകരിച്ച മാർഗം എന്താണ്? 2 പ്രത്യേക മാർഗങ്ങൾ ആണ് അവർ സ്വീകരിച്ചതാണ്. ഒന്ന് കറുപ്പ് വ്യാപാരവും, മറ്റൊന്ന് എന്താണ്? തുറന്ന വാതിൽ നയവും. ഓക്കെ, എന്താണെന്ന് നോക്കാം. കറുപ്പ് വ്യാപാരം. ചൈനീസ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലായിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. അപ്പോൾ എന്താ ചെയ്തത്? ചൈനീസ് ഉൽപ്പന്നമായിട്ടുള്ള പട്ടും തേയിലയും മൺപാത്രങ്ങളും ഒക്കെ എന്താണ്, യൂറോപ്പിൽ വളരെയധികം താല്പര്യമുള്ള ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അവരത് കയറ്റുമതി ചെയ്യുന്നതിലൂടെ ചൈന എന്ത് ചെയ്യുന്നു? വലിയ രീതിയിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഒന്നും ഇറക്കുമതി ചെയ്യുന്നില്ല. അതായത് യൂറോപ്യൻ വ്യാപാരികൾ അല്ലെങ്കിൽ യൂറോപ്യൻ പ്രോഡക്ട്സ് ഒന്നും എങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നില്ല? ഈ പറയുന്ന ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? എങ്ങനെയെങ്കിലും ചൈനയുടെ ഈ വ്യാപാര ലാഭത്തെ തകർക്കണം, അല്ലെങ്കിൽ അവർ അത്രയും ലാഭം നേടുമ്പോൾ ആ രാജ്യമല്ലേ നന്നാവുന്നത്. അങ്ങനെ നന്നാവാൻ പാടില്ല. നമുക്ക് മുകളിൽ ആരും പോവരുത്. ആ ഒരു മൈൻഡ് സെറ്റിൽ അവർ എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് എന്ത് ചെയ്യുന്നു? ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പ് ഇറക്കുമതി ചെയ്യുന്നു. കറുപ്പ് എന്ന് പറയുന്നത് ലഹരി പദാർത്ഥമാണ്. അപ്പോൾ അത് ഇറക്കുമതി ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? അത് വാങ്ങിച്ച് ആൾക്കാർ ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മാനസിക സ്ഥിതിയെ അത് ബാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ എന്ത് സംഭവിക്കുന്നു? ജനങ്ങൾ ടോട്ടലി വേറൊരു നിലയിലേക്ക് പോകുന്നു. ആ പറയുന്ന ലഹരി പദാർത്ഥത്തിന് അടിമപ്പെടുന്നു. അതുപോലെ അതുമൂലം എന്ത് സംഭവിക്കുന്നു? വ്യാപാരത്തിൻ്റെ അവർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുകയും അതോടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ചൈനക്കാർ അടിമത്തത്തിലാകുകയും ചെയ്യുന്നു. അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എങ്കിൽ ഇതുപോലുള്ള എന്തുവാണ്, നമ്മുടെ ഏത് വഴിയും സ്വീകരിച്ച് അവരെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താം. അങ്ങനെ ഒരു മെത്തേഡിലോട്ടൊക്കെയാണ് ഇവർ പോയിരിക്കുന്നത്. ആരാണ്? യൂറോപ്യന്മാർ പോയിരിക്കുന്നത്. ഓക്കെ, ഇനി തുറന്ന വാതിൽ നയം അതെന്തുവാണെന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. അപ്പോൾ എന്തോ പറയുന്നത്? 19-ാം നൂറ്റാണ്ടിൽ പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയിൽ പലതരത്തിൽ വ്യാപാര ആനുകൂല്യങ്ങളെന്നല്ലേ, വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമായി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തുവാണ്, ഓഫർ സെയിലൊക്കെ നടക്കത്തില്ലേ? അതുപോലെ നിങ്ങൾക്ക് ഇത്ര % ഇറക്കുമതി ചുങ്കം തന്നാൽ മതി, നിങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാം, നിങ്ങൾ ഇത്ര നികുതി അടച്ചാൽ മതി, നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം, അങ്ങനെയുള്ള ഓഫറുകൾ എന്ത് ചെയ്യാൻ കൊടുക്കാൻ തുടങ്ങി ചൈന. നിങ്ങൾ യൂറോപ്യന്മാർ ഇവിടെ കൊണ്ടുവന്ന് വ്യാപാരം ചെയ്തോ, നിങ്ങൾ ഇത്ര നികുതി അടച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള ഓഫറുകൾ കൊടുക്കാം. അതാണ് ഈ പറയുന്നത് വ്യാപാര ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. അപ്പം അമേരിക്ക ഈ സമയത്ത് വേറെ ഏതോ രാജ്യത്തിലെ കീഴടക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അത് കാരണം ചൈനയെ അവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തില്ല? ശ്രദ്ധിക്കാത്തത് കാരണം എന്ത് ചെയ്തില്ല? അമേരിക്കയ്ക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ്, അപ്പോഴത്തെ ആ സമയത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോഴത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. അപ്പോൾ അതായത് ഇപ്പോൾ അമേരിക്കയ്ക്ക് എന്തില്ല? ആക്സസിബിലിറ്റി ഇല്ല ചൈനയിലോട്ട്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേ ഒരു പുതിയ നയം പ്രഖ്യാപിക്കുന്നു. എന്താണ്? തുറന്ന വാതിൽ നയം. ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. എന്നിട്ട് അവരെന്ത് പറയുന്നു? ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലയായി
വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം. അതായത് അമേരിക്കയ്ക്ക് ഇപ്പോൾ കറൻ്റ് എന്തില്ല, ഇവർ അങ്ങോട്ട് ആക്സസബിലിറ്റി ഇല്ല. അപ്പം അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും കടന്നു കയറാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഒരു നയം പ്രഖ്യാപിക്കുകയാണ്, തുറന്ന വാതിൽ നയം. എന്നിട്ട് അവർ പറയുന്നത് എന്തുവാണ്, ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ട്. ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കാം. അവിടെ അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വിൽക്കാനും വാങ്ങാനും ഒക്കെ ഉള്ള ഇതുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈനയെ വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലയായി വിഭജിച്ചു. അപ്പോൾ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ അമേരിക്ക പറയുവാണ് എന്തുവാണ്, അവരുടെ കമ്പോളത്തിൽ, ചൈനയുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യാവകാശം ഉണ്ടെന്ന്. അതെന്തിനാ അമേരിക്ക പറയുന്നത്? അതിന് അമേരിക്കക്ക് പറയാൻ താല്പര്യമുണ്ടോ? അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അകത്തുള്ള അവരുടെ കമ്പോളത്തിൽ എല്ലാ രാജ്യത്തിനും അവകാശം ഉണ്ടോ ഇല്ലയെന്ന് അവർക്ക് പറയാം. പക്ഷെ ഇവരെന്തോ ചെയ്തേക്കുന്നത്, അവരുടെ ഈ ചൈനയുടെ കമ്പോളത്തിൽ അമേരിക്കയ്ക്ക് എന്ത് ചെയ്തില്ല, പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റിയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവരെന്തോ പറയുന്നു, അവരൊരു പുതിയ നയമൊന്നും പറഞ്ഞ് പ്രഖ്യാപിക്കുവാണ്. അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചൈനയുടെ കമ്പോളത്തിൽ ആർക്ക് അധികാരം ഉണ്ടെന്ന്, എല്ലാവർക്കും, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരേപോലെ, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശം ഉണ്ടെന്ന്. അതങ്ങനെ പറയുന്നത് ശരിയാണോ? എന്നിട്ട് അവർ എന്ത് ചെയ്തു, ഈ പറയുന്ന ചൈനയെ അവർ വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലയായിട്ട് അവർ വിഭജിച്ചു. ഒരു ഏരിയയിലകത്ത് ആരാണ്, യൂറോപ്യന്മാർക്ക് സ്വാധീനമുള്ള ഏരിയ, പോർച്ചുഗീസുകാർക്കുള്ളത്, ഡച്ചുകാർക്കുള്ളത്, അങ്ങനെ എന്ത് ചെയ്തു, അവർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം. അതായത് അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഈ ചൈനയുടെ മാർക്കറ്റിൽ കടന്നു കയറാം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അവരിങ്ങനെ ഒരു ഐഡിയ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയും കൊണ്ട് മുമ്പോട്ട് വന്നത്. ഈ തുറന്ന വാതിൽ നയമെന്നും പറഞ്ഞൊരു നയവും കൊണ്ട് മുമ്പോട്ട് വന്നത്. ഇത് പണ്ട് തൊട്ടേ ഉള്ള ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അമേരിക്ക ചൈന ഇവർ തമ്മിൽ ഒന്നിച്ച് പോകത്തില്ല. ഇവർ എപ്പോൾ നോക്കിയാലും കോൺഫ്ലിക്റ്റ് ആണ്. അതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവരുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾക്ക് അധികാരം ഉണ്ടാക്കുന്ന രീതിക്ക് ഒരു നയം പ്രഖ്യാപിച്ചു. എന്നിട്ട് അത് പ്രഖ്യാപിക്കാൻ അമേരിക്ക ആരെങ്കിലും ആണോ? അല്ല. എന്നിട്ട് അമേരിക്കയ്ക്ക് ആ കമ്പോളത്തിൽ സ്ഥാനം ഇല്ലാത്തത് കാരണമാണ് അത്തരത്തിലൊരു നയം അവർ പ്രഖ്യാപിച്ചത്. ഓക്കെ, എന്നിട്ട് അവർ ആ ചൈനയെ പങ്കുവെച്ചെടുക്കുന്നു, വിഭജിച്ചെടുക്കുവാണ്. ആ സ്വാധീന മേഖല വെച്ചിട്ട് ചൈന വിഭജിക്കുവാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള അത് ആ ഒരു പണ്ട് തൊട്ടേ ഉള്ള ഈ വെഞ്ചൻസാണ് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത എന്താണ് ബാക്കി വെച്ചിരിക്കുന്നത്, ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അന്ന് അവിടെ ഭരിച്ചിരുന്ന രാജവംശം ഏതാണ്, മഞ്ചു രാജവംശം എന്ന് പറഞ്ഞതാണ്. ഇത് പുതിയ ടെക്സ്റ്റിൽ മഞ്ചു എന്നല്ലെന്ന് തോന്നുന്നു, വേറെ മീൻസ് പേരിങ്ങനെ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്തോ ഇച്ചിരി മാറ്റം ഉണ്ടെന്നാണ് തോന്നുന്നത്. മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങളവിടെ പങ്കുവയ്ക്കുക, ഇവിടെ കച്ചവടം നടത്തുക, എന്ത് വേണോ ആയിക്കോ, ഞങ്ങൾക്കത് മാറ്ററല്ല എന്നുള്ള രീതിക്കാണ് ഈ പറഞ്ഞ ചൈന ഭരിച്ചിരുന്ന രാജവംശത്തിൻ്റെ അവരുടെ നിലപാട് അങ്ങനെയായിരുന്നു. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900 കലാപം സംഘടിപ്പിച്ചു. എന്ത് ചെയ്തു, ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന കുറച്ച് രഹസ്യ സംഘടനകൾ എന്ത് ചെയ്തു, പ്രക്ഷോഭം ആരംഭിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. അപ്പോൾ കന്ന് കലാപം ഉണ്ടാക്കിയ അവരുടെ മുദ്ര എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടി അറിയാമല്ലോ, അതായിരുന്നു അവരുടെ മുദ്ര. ഇത് ബോക്സർ കലാപം എന്ന് അറിയപ്പെട്ടു. അപ്പം ഈ കലാപം സൃഷ്ടിച്ചവർ യൂസ് ചെയ്തിരുന്ന മുദ്ര അല്ലെങ്കിൽ അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടി ആയതുകൊണ്ട് അതിനെന്തെന്ന് വിളിക്കുന്നു, ബോക്സർ കലാപം എന്ന് വിളിക്കുന്നു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. അതായത് നമ്മൾ എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് വേണമല്ലോ. അപ്പോൾ ആദ്യം ഒരു കലാപം കുറേ ഗ്രൂപ്പുകാരെ ഒരു ശക്തിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിൽക്കാലത്ത് അത് പരാജയപ്പെട്ടോട്ടെ, പിന്നീട് വരുന്നവരും അന്ന് അവർ ശ്രമിച്ചിട്ടുണ്ട്, നമ്മൾ ശ്രമിക്കുകയെങ്കിലും വേണ്ടേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യും, വീണ്ടും അത് ആവർത്തിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ പിൽക്കാലത്ത് വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം എന്ത് ചെയ്തു, ശക്തി പകർന്നു. ബോക്സർ കലാപം നടന്നതെന്നാണ് 1900 ചൈനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലാപമാണ് ഈ പറയുന്ന ബോക്സർ കലാപം എന്ന് പറയുന്നത്. എന്തുവാണ് എന്തുകൊണ്ട് ആ പേര് വന്നു, കാര്യം അതിൽ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകളാണ് ഈ കലാപം നയിച്ചത്. അവരുടെ ചിഹ്നം ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. ഓക്കെ, പിന്നെന്താ എഴുതിയേക്കുന്നത്, 1911 ഡോക്ടർ സൻ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. പിന്നീട് 1911 വീണ്ടും 11 വർഷത്തിന് ശേഷമാണ് ഒരു വിപ്ലവം നടക്കുന്നത്, 1900 ശേഷം. ഓക്കെ, 1911 ഡോക്ടർ സൻ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരെ രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. ഒടുവിൽ എന്ത് ചെയ്തു, ചൈനയിൽ രാജവാഴ്ച അവസാനിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൻ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ
കുമിങ്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പുള്ളിയുടെ പാർട്ടിയുടെ പേര് ഓർത്ത് വെച്ചേക്കണേ. കുമിങ്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. എവിടെയാണ്? ദക്ഷിണ ചൈനയിൽ സന്യാർ സെന്നിന്റെ നേതൃത്വത്തിൽ കുമിങ്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സന്യാർ സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. അപ്പോൾ സന്യാർ സെൻ പ്രാധാന്യം നൽകിയ 3 ആശയങ്ങൾ ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്താണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം? എന്നിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? സന്യാർ സെന്നിന്റെ ആശയങ്ങളെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ദേശീയത കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ പറയുന്ന ആ മഞ്ചു രാജവംശമാണ് ഇവിടെ നമ്മുടെ ചൈനയിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അവരെ എന്ത് ചെയ്യുക? പുറത്താക്കുക. ആ രാജവംശത്തെയും ആ സാമ്രാജ്യ ശക്തികളെയും എന്ത് ചെയ്യുക? പുറത്താക്കുക. ഇനി ജനാധിപത്യം എന്ത് ചെയ്യണം? ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം എന്താണ്? മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായ വിതരണം നടത്തുകയും ചെയ്യുക. ഭൂമിയുടെ വിതരണത്തെയും മൂലധനത്തെയും നിയന്ത്രിക്കുന്ന കാര്യമാണ് പിന്നീട് പറയുന്നത്. ഓക്കെ, അപ്പോൾ സന്യാസൻ 3 ഐഡിയകളെയാണ് മെയിനായിട്ട് വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ 3 ആശയങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അത് ഏതൊക്കെയാണ്? ദേശീയതയുണ്ട്, ജനാധിപത്യമുണ്ട്, സോഷ്യലിസവും ഉണ്ട്. ഡോക്ടർ സന്യാർ സെന്നിന്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടി ഏതായിരുന്നു? കുമിങ്താങ് പാർട്ടിയാണ്. ഇത് എന്തുമായി ബന്ധപ്പെട്ട ഇതാണ്? ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു പാർട്ടിയുടെ, അദ്ദേഹത്തിന്റെ കുമിങ്താങ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് രാജഭരണം ചൈനയിൽ ഇല്ലാതാക്കി അവിടെ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുന്നത്. എന്നാണ് 1911. ഓക്കെ, ഇനി എന്താ എഴുതിയിരിക്കുന്നത്? പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ട സന്യാസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായെന്ന് പറയുമ്പം യൂറോപ്യൻ രാഷ്ട്രങ്ങളും പടിഞ്ഞാറ് സൈഡിൽ നിന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളുണ്ട്, പിന്നെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ട സന്യാസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. എന്ത് ചെയ്തു? ഒരുപാട് ഉടമ്പടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിദേശികൾ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, മറ്റേ തുറന്ന വാതിൽ നയം വെച്ച് തന്നെ അവർ ചൈനയെ മാക്സിമം ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള നയങ്ങളും ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം എന്ത് ചെയ്തു? അതിൽ വേണ്ടാത്തത്, ചൈനയ്ക്ക് ദോഷകരമായിട്ടുള്ള ഉടമ്പടികളെല്ലാം എന്ത് ചെയ്തു? ഈ പറയുന്ന സന്യാർ സെൻ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിങ്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. അപ്പോൾ അവർ മെയിനായിട്ട് കൊടുത്തത് എന്തിനൊക്കെയാണ് പ്രയോറിറ്റി? കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടിയിട്ട് നടപടികൾ സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. റഷ്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ കുമിങ്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ സന്യാർ സെന്നിന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് ഭരണത്തിന്റെ തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതായി. അതായത് എന്ത് സംഭവിച്ചു? ആദ്യം ഈ പറയുന്ന ചൈനീസിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി. ആദ്യം ഈ കമ്മ്യൂണിസ്റ്റുകാരും കുമിങ്താങ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ സന്യാർ സെന്നിന്റെ പാർട്ടിയാണ്. ആ പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ എല്ലാം കൂടെ ഐക്യത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷം ആരാണ് പിന്നീട് ഭരണത്തിൽ വന്നത്? ചിയാങ് കൈഷക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നീട് ഭരണത്തിൽ വന്നത്. അദ്ദേഹം ഭരണത്തിൽ വന്നതോടെ എന്ത് പറ്റി? ഈ സഹകരണം ഇല്ലാതായി. ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സന്യാർ സെന്നിന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക്ക് ഭരണത്തിന്റെ തലവനായി വന്നതോടെ ഈ സഹകരണം എന്ത് ചെയ്തു? ഇല്ലാതായെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെന്താ എഴുതിയിരിക്കുന്നത്? റിപ്പബ്ലിക് ജനകീയമാകുന്നു. ചിയാങ് കൈഷക്ക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ പുള്ളി വന്നിട്ട് എന്തോ ചെയ്തത്? ഇതുവരെ എന്തായിരുന്നു അവിടെ റിപ്പബ്ലിക്കൻ ഭരണമായിരുന്നു. ഇപ്പം എന്തായി? അവിടെ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇപ്പോൾ ചിയാങ് കൈഷക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത്. സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? ഈ പറയുന്ന ചിയാങ് കൈഷക്ക്. ഓക്കെ, സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ഓരോരുത്തരും ഇത് ശരിയാക്കി എടുക്കുമ്പോൾ അടുത്ത ആൾ വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് തല തിരിച്ചെന്തെങ്കിലും പരിപാടിയായിരിക്കും കാണിക്കുന്നത്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞ സന്യാർ സെന്ന് കഷ്ടപ്പെട്ട് അമേരിക്കയുമായിട്ടുള്ള വേണ്ടാത്ത ഉടമ്പടി എല്ലാം പുള്ളി റെഡിയാക്കി എടുത്തുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ കാലശേഷം വന്ന ചിയാങ് കൈഷക്ക് എന്താ ചെയ്തേക്കുന്നത്? അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള എല്ലാ സഹകരണവും മതിയാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, അതേപോലെ വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു?
എല്ലാം ആർക്ക് എഴുതി കൊടുത്തു, എഴുതി കൊടുത്തവർക്ക് ഫുള്ള് ഇഷ്ടമുള്ള രീതിക്ക് ചൈനയിൽ നിങ്ങൾക്ക് ഇടപെടാം, നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാന്നുള്ള ഇത് ആര് കൊടുത്തു? ഈ പറയുന്ന ചിയാങ് കൈഷക്ക് കൊടുത്തു. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ ചുമ്മാ ഇരിക്കും. അതാണ് അടുത്ത എഴുതിയേക്കുന്നത്. ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. അപ്പോൾ എന്ത് ചെയ്തു? പുള്ളിയെ എതിർത്തവരെ പുള്ളി ക്രൂരമായി നേരിട്ടു. ചിയാങ് കൈഷക്കിനെ, അതായത് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ഇപ്പോൾ എന്താണ്? സൈനിക ഏകാധിപത്യ ഭരണമാണ്. ഏകാധിപത്യ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയുന്നത് എന്താണോ അതാണ് ആ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം എന്താണ് അതൊന്നും അറിയേണ്ട കാര്യമില്ല. പുള്ളിക്ക് താല്പര്യമുണ്ട്, പുള്ളി ചെയ്യുന്നു, അത് അനുഭവിക്കാനാണ് ജനങ്ങളുടെ വിധി. അതാണ് ഏകാധിപത്യ ഭരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളിയെ എതിർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകളെ പുള്ളി എന്ത് ചെയ്തു? ക്രൂരമായിട്ട് നേരിട്ടു. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേ തുങ് ഉയർന്നു വന്നു. അപ്പോൾ പിന്നീട് വന്ന ആളാണ് ആരും? ഈ പറയുന്ന മാവോ സേ തുങ്. എന്താണ് ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റുകളെ ആരടിച്ചമർത്തുന്നു? ചിയാങ് കൈഷക്ക് അടിച്ചമർത്തുകയും ക്രൂരമായി നേരിടുകയും ചെയ്ത സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി ഉരുത്തിരിഞ്ഞു വന്ന അല്ലെങ്കിൽ ഉയർന്നു വന്ന വ്യക്തിയാണ് മാവോ സേ തുങ്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്ക് പടിഞ്ഞാറൻ യെനാനിൽ അവസാനിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നു. ലോങ് മാർച്ച് അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ഈ പറയുന്ന മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. 1934 നടന്നത്. ഓക്കെ, 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ ഈ സ്ഥലം ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഏതാണ്? കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ട് അതിസാഹസികമായ ഈ യാത്ര വടക്ക് പടിഞ്ഞാറൻ യെനാനിൽ അവസാനിച്ചു. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ യെനാനിലാണ് ഈ യാത്ര അവസാനിക്കുന്നത്. തുടങ്ങിയ എവിടെ നിന്നായിരുന്നു? തെക്കൻ ചൈനയിലുള്ള കിയാങ്സിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. എൻഡ് ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറ് യെനാനിൽ അവസാനിച്ചു. ഇനി യാത്രയിൽ എന്താണ്? യാത്രയിൽ ഉടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഇവർ ഈ യാത്ര കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രഭുക്കന്മാരുടെ ഭൂമികൾ ഇവർ പിടിച്ചെടുക്കുകയും അത് കർഷകർക്ക് വിതരണം നൽകുകയും ചെയ്തു. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് പുള്ളി മാവോ സേ തുങ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി 1934 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ, തൽഫലമായി വിദേശാധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേ തുങ്ങും മാറി. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് ആർക്കാണ്? ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഗ്രൂപ്പിന്, ഈ മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗ്രൂപ്പിന് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളാരായിരുന്നു? ചിയാങ് കൈഷക്ക്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ നേരിടാനാവും എന്നുള്ള ഒരു വിശ്വാസം ആർക്ക് വന്നു? ചൈനീസ് ജനതയ്ക്ക് വന്നു. അപ്പോൾ അവരുടെ ഈ പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് ആര് മാറി? മാവോ സേ തുങ് മാറി എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിങ്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക്ക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. അപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന, അപ്പോൾ ചുവപ്പ് സേന ആരുമായി ബന്ധപ്പെട്ടതാണ്? മാവോ സേ തുങ്ങുമായി ബന്ധപ്പെട്ടതാണ് ചുവപ്പ് സേന കേട്ടോ. അത് നമ്മൾ കുറേ കഴിയുമ്പോൾ വേറെ ആൾ വരും, അദ്ദേഹം വരുമ്പോൾ പറയാം. ഓക്കെ, അപ്പം ചുവപ്പ് സേന എന്ന് പറയുന്നത് ഏതാണ്? മാവോ സേ തുങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റ് ചുവപ്പാണെന്നുള്ള ഐഡിയ ഉള്ളെങ്കിൽ നമുക്ക് എഴുതാം. ചുവപ്പ് സേന കുമിങ്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം ആക്കിയതിനെ തുടർന്ന് കുമിങ്താങ് ഭരണം നമ്മൾ ആദ്യം പറഞ്ഞില്ലേടെ, കുമിങ്താങ്കാരും പിന്നെ ആരും ഉണ്ടായിരുന്നു? കുമിങ്താങ്കാരും എന്തുവായിരുന്നു? കമ്മ്യൂണിസ്റ്റുകാരും കൂടെ എല്ലാവരും ആ ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നത് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു വന്നത്? ഇവിടെ കുമിങ്താങ്കാരുടെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. കുമിങ്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ ആരുടെ സമയത്തായിരുന്നു? നമ്മുടെ പുള്ളിയുടെ പേര് പോയോ? സന്യാസൻ്റെ സമയത്ത് മുമ്പോട്ട് പോയിരുന്നത്. എങ്കിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്ത് സംഭവിച്ചു? ഇവരുടെ എന്ത് ചെയ്തു? ആ ഒരു യൂണിറ്റി അങ്ങ് പോയി. പിന്നീടാണ് ഈ പറയുന്ന ചിയാങ് കൈഷക്ക് വന്ന് ആകെ കൊണ്ട് ഭരണത്തെ കുളമാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കുമിങ്താങ്ങുകൾ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും എന്തുവാണ് കുമിങ്താങ്ങുകളുടെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അവിടെ കുമിങ്താങ്ങുകൾ എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? പെട്ടെന്ന് പോയോ? സന്യാസൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് കുമിങ്താങ് പാർട്ടി. അതിനുശേഷം രൂപീകരിക്കപ്പെട്ടതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിങ്താങ്ങും കൂടെ ഗ്രൂപ്പായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് എന്ത് സംഭവിച്ചത്? അതങ്ങ് സ്പ്ലിറ്റായി പോകുന്നത് ഈ ചിയാങ് കൈഷക്കിനെ കാരണമാണ്.
പിന്നെ എന്ത് പറ്റി, ഈ ചിയാങ് കൈഷക്കിൻ്റെ പ്രവർത്തികൾ അങ്ങ് അറ്റമായ സമയത്താണ് ആര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ നേതാവായിട്ട് വരുന്നത്, മാവോ സേ തുങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് വരുന്നത്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം ലോങ് മാർച്ചൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം കുമിങ്താങ് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന്, കുമിങ്താങ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ വ്യക്തിയുടെ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് മാവോ സേ തുങ് അല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് പോയോ വീണ്ടും, അദ്ദേഹത്തിൻ്റെ പേര് എന്തുവായിരുന്നു, സന്യാർ സെൻ, പേര് മാറിപ്പോയല്ലേ, സന്യാർ സെന്നിൻ്റെ പാർട്ടിയാണ് കുമിങ്താങ്. അതിൻ്റെ ഭരണകേന്ദ്രം എന്ത് ചെയ്യുന്നു, കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക്ക് എന്ത് ചെയ്തു, തായ്വാനിലേക്ക് രാഷ്ട്രീയ അഭയം തേടി, അതായത് നാട് വിട്ടുപുള്ളി. അപ്പോൾ 1949 ഒക്ടോബർ 1 ചൈന മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി. അപ്പോൾ ചൈനയ്ക്ക് റിപ്പബ്ലിക്കായ ഡേറ്റ് എന്നാണ് 1949 ഒക്ടോബർ 1 ചൈന എന്താവുന്നത്, റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. 1949 ഒക്ടോബർ 1 ആരുടെ നേതൃത്വത്തിലാണ്, മാവോ സേ തുങ്ങിൻ്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് സേന, അതിൻ്റെ പേരാണ് ചുവപ്പ് സേന എന്ന് പറയുന്നത്. ഓക്കെ, 1949 ഒക്ടോബർ 1 1949 ഒക്ടോബർ 1 ചൈന എന്താവുന്നത്, റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. ഇനി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആദ്യം നമ്മൾ അമേരിക്കൻ വിപ്ലവം പറഞ്ഞു, പിന്നെ ഫ്രഞ്ച് പറഞ്ഞു. ഇവ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആധുനിക ലോക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ചരിത്രം രൂപപ്പെടാൻ, അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നതിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ കാരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ, റെവല്യൂഷൻസ്, വിപ്ലവങ്ങൾ എല്ലാം കാരണമായിട്ടുള്ളത്. വിപ്ലവകാരികൾ തയ്യാറാക്കിയ പ്രഖ്യാപനങ്ങൾ മനുഷ്യ സമൂഹം കൈവരിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ ഐഡിയകൾ, വിപ്ലവകാരികൾ എന്തിനു വേണ്ടിയാണ് പോരാടിയത്, അവരുടെ പുതിയ യുക്തിപരമായിട്ടുള്ള പുതിയ കാര്യങ്ങളെപ്പറ്റി അവരെന്ത് ചെയ്യുന്നു, ചിന്തിക്കാൻ തുടങ്ങുന്നു. എന്നും ഇങ്ങനെ അടിമയായിട്ട് ഇരുന്നാൽ മതിയോ, നമുക്കൊരു ചേഞ്ച് വേണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ആയി തീരണ്ടേ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളില്ലേ, ആ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കണ്ടേ, അങ്ങനെയൊക്കെ ഉള്ള ചിന്താധാരകൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്തത്, അത് വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടിമകളായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അടിമകളായി ഇരിക്കേണ്ടവരല്ല. നമുക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമൂഹത്തിൽ വിലയും വേണ്ടി വരുന്നുണ്ട്. അതിനു വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ പോരാടണം. അപ്പോൾ ഒരു ഗ്രൂപ്പാവുന്നു, അവർ പോരാടുന്നു, അതിൻ്റെ ഫലമായി എന്ത് ചെയ്യുന്നു, സ്വാതന്ത്ര്യം ലഭിക്കുന്നു, റിപ്പബ്ലിക് ആവുന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ആ ഒരു അവരുടെ പ്രഖ്യാപനങ്ങൾ മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് കാണുന്ന ഈ ഒരു രീതിക്ക് നമ്മളായിത്തീരുന്നതെന്നാണ് പറയുന്നത്. പ്രഖ്യാപനങ്ങൾ മനുഷ്യ സമൂഹം കൈവരിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളായി ഇന്നും എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഓരോ ഇതിൻ്റെയും കാലഘട്ടവും ഇതുമൊക്കെ വെച്ചിട്ടൊരു പട്ടിക എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ട് ആ സമയത്തെങ്ങാണ്ടാണ്. ആ നേതാക്കളായിട്ട് പറയാൻ പറ്റുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേതാക്കളായിട്ട് പറയുന്നത് നമ്മുടെ ആരായിരുന്നടേ നേതാവായിട്ട് നമ്മൾ പഠിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ? അവരിലെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടത്തിയ കാര്യം പറയുന്നുണ്ട്. അതിൽ ജോർജ് വാഷിങ്ടണിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രശ്നം നടന്നതെന്ന് പറയുന്നു. പിന്നെ പ്രധാന ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പിന്നെ സ്വാധീനിച്ച ആശയങ്ങൾ, ചിന്തകർ ആരൊക്കെ ഉണ്ടായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ചിന്തകർ? അതിൽ വരുന്നതാണ് മറ്റേ തോമസ് പെയിൻ വരുന്നുണ്ട്. പിന്നെ ഒരാളൂടെ ഉണ്ടായിരുന്നില്ലേ, അയാളെ പേരെന്ത് വരുന്നു, നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. പുള്ളിയുടെ പേര് മറന്നുപോയി. ഇതിങ്ങനെ ഒരുപാട് പേരുകളും ഒരുപാട് ഡേറ്റുകളും ഉണ്ട്. അതുകൊണ്ട് വീണ്ടും റിവൈൻഡ് ചെയ്ത് വായിച്ചു നോക്കണം, എങ്കിൽ മാത്രമേ ഇത് തറവാകത്തുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, ഡേറ്റുകൾ മാറിപ്പോവും, സംഭവങ്ങൾ മാറിപ്പോവും. മനുഷ്യനല്ലേ, ഇതെല്ലാം മാറാൻ ചാൻസ് ഉണ്ട്. സോ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് വായിച്ചൊക്കെ നോക്കണം. ഇതിൻ്റെ ആളിൻ്റെ പേര്, ഒരാളുടെ പേര് മറന്നുപോയി. അതാണ് ഞാൻ ഇങ്ങ് വരെ വന്നത്. ആരായിരുന്നു? ജോൺ ലോക്കിൻ്റെ കാര്യം മറന്നുപോയി. പുള്ളി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മൾ നോക്കാനുള്ളത് അടുത്ത ആൾ ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ മെയിനായിട്ട് ആരെങ്കിലും പേരെടുത്ത് പറയുന്നുണ്ടോടെ ആൾക്കാർ? അതിന് വേണ്ടി അതിൻ്റെ ചിന്തകരായിട്ട് പറയാൻ പറ്റുന്നത് വോൾട്ടയർ ഉണ്ട്, റൂസോ ഉണ്ട്, മോണ്ടസ്ക്യൂ ഉണ്ട്. മൂന്നാം എസ്റ്റേറ്റിൽ മെയിനായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ജനറൽ, അങ്ങനെ ഒരാളായിട്ട് പറയുന്നില്ല. അവർ മറ്റേ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടത്തി എന്ന് പറയുന്നുണ്ട്, പിടിച്ചടക്കി എന്ന് പറയുന്നു. പിന്നെ ആകെ പറഞ്ഞ ഈ റോബസ്പിയറുടെ കാര്യം മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ആരെയും കാര്യം പറയുന്നില്ല. ഓക്കെ, അവർ പ്രഖ്യാപനം എഴുതി ഉണ്ടാക്കിയ കാര്യം. പിന്നെ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഫ്രഞ്ചിൽ ഭരണം നടത്തി. അതായത് 1799 തൊട്ട് 1815 വാട്ടർലൂ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് വരെ എന്തായിരുന്നു, അദ്ദേഹം ഫ്രഞ്ചിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അത് ഭരണാധികാരിയായിട്ട് പറയാൻ പറ്റും. പിന്നെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ് നമ്മൾ പറഞ്ഞത്. അതിന് നേതൃത്വം നൽകിയ ആളെപ്പറ്റി ഒന്നും പറയുന്നില്ല. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ നേരിട്ട സ്പെയിൻകാരുടെയും പോർച്ചുഗീസുകാരുടെയും കോളനിയാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന ലാറ്റിൻ അമേരിക്ക. ആ കോളനിയിൽ അവർ മതവും ആചാരവും എല്ലാം പ്രചരിപ്പിച്ചു. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം സഹിക്കാൻ വയ്യാതെ ആയപ്പോഴത്തേക്ക് അവരുടെ ഇവിടെ നേതൃത്വത്തിൽ ആളുടെ പേരുണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയതാണ്, ജോസെ ഡി സാൻ മാർട്ടിനും അതുപോലെ ഫ്രാൻസിസ്കോ മിരാഡ അതുപോലെ സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കൾ അവരാണെന്ന് പറയുന്നു. അതിൽ മെയിനായിട്ട് നവോത്ഥാന അല്ലെങ്കിൽ അതുമായി സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊന്നും പറയുന്നില്ല. റഷ്യൻ വിപ്ലവത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം പറയുന്ന ആൾ മാക്സിം ഗോർഗി, അദ്ദേഹത്തിൻ്റെ ബുക്ക് അമ്മ എന്ന് പറയുന്നൊരു ബുക്കിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ അവരെന്തുകൊണ്ടാണ് വിപ്ലവത്തിലേക്ക് കടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാർ ചക്രവർത്തിയുടെ ഏകാധിപത്യ ഭരണം മൂലം തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം, അങ്ങനെയുള്ള ദുരിതങ്ങൾ മൂലമാണ് അവരെന്ത് ചെയ്തേക്കുന്നത്, അവരൊരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, പിന്നീട് അവിടെ മെയിനായിട്ട് പറഞ്ഞ ആൾക്കാർ, അതായത് എന്തുവാണ് സാഹിത്യകാരന്മാരിൽ മാക്സിം ഗോർഗി ഉണ്ട്, ലിയോ ടോൾസ്റ്റോയും ഉണ്ട്, ഇവാൻ തുർഗനേവ് ഉണ്ട്, ആൻറ്റൺ ചെക്കോവ് ഉണ്ട്, പിന്നെ കാൾ മാക്സും ഫെഡറിക് ഏംഗൽസിനെയും പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടേക്ക് മെയിനായിട്ട് പറഞ്ഞത് എന്തുവായിരുന്നു, ഒരു ലെനിൻ്റെ കാര്യവും പറയുന്നുണ്ട്, അതുപോലെ ലെനിൻ, ട്രോട്സ്കി, അതുപോലെ വേറെ ഒരാളും കൊണ്ട് അലക്സാണ്ടർ കെരൻസ്കി എന്നിവരായിരുന്നു മെയിനായിട്ടുള്ള നേതാക്കൾ. ഇവരുടെ നേതൃത്വത്തിൽ അതായത് ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. എന്തായിരുന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞ് തൊഴിലാളികളുടെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. ഈ പാർട്ടി പിന്നീട് രണ്ടായിട്ട് പിരിയുന്നു. അതൊന്ന് ബോൾഷെവിക്കുകളും പിന്നെന്താണ് ന്യൂനപക്ഷമായിട്ടുള്ള മെൻഷെവിക്കുകളും ഭൂരിപക്ഷമായിട്ടുള്ള ബോൾഷെവിക്കുകളും. ഇവർ തമ്മിൽ രണ്ടായിട്ട് പിരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവർ രണ്ടായിട്ട് അങ്ങ് പിരിയുവാണ്. ഈ ഒരു മെയിനായിട്ടുള്ള പാർട്ടിയെ രണ്ടായിട്ട് പിരിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചടെ, 1905 റഷ്യ ജപ്പാൻ യുദ്ധം നടക്കുന്നു. അപ്പോൾ റഷ്യക്കേറ്റ പരാജയം എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അങ്ങനെ 1905 ജനുവരി 9 ഈ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു, ഒരു മാർച്ച് നടത്തുന്നു. അതിൽ ആ മാർച്ചിന് നേരെ പട്ടാളം വെടി തീർക്കുന്നു, ഒരുപാട് പേര് മരിക്കുന്നു. അതിനെയാണ് രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ച എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറയുന്നുണ്ട് ഈ തൊഴിലാളികൾ സമരം ചെയ്യുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള തൊഴിലാളി സംഘടനകൾ ഒരുപാടെണ്ണം റഷ്യയിലുണ്ടായി. അതിനെയാണ് സോവിയറ്റുകൾ എന്ന് വിളിക്കുന്നത്. അതിൽ ദ്യൂമ എന്ന് പറയുന്നത് എന്താണ്, രാജാവ്, നമ്മളത് ഇപ്പം സാർ ചക്രവർത്തി എന്ന് പറഞ്ഞില്ലേ, പുള്ളി രൂപീകരിച്ചൊരു നിയമനിർമ്മാണ സഭയാണ്. സമരങ്ങൾ എന്ത് ചെയ്യാൻ, സമരങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ തടുക്കാൻ വേണ്ടി പുള്ളി തയ്യാറാക്കിയ ഒരു ഗ്രൂപ്പാണ് ഈ നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ എന്ന് പറയുന്നത്. പിന്നീടാണ് 1914 ഒന്നാം ലോക മഹായുദ്ധം നടന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ പറയുന്ന നിക്കോളാസ് രണ്ടാമനായിരുന്നു അന്നത്തെ ചക്രവർത്തി. അദ്ദേഹം പറയുന്നു അവരെന്ത് ചെയ്യുന്നു, നമ്മൾ ഈ റഷ്യക്കാരെന്ത് ചെയ്യുന്നു, എന്തായാലും ഈ യുദ്ധത്തിൽ പങ്കാളികളാവുമെന്ന് പറഞ്ഞ് കുറേ സൈന്യത്തെ അങ്ങോട്ട് അയക്കുന്നു. ഒരുപാട് സൈനികർ മരിക്കുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു, അപ്പോൾ ഈ സൈനികർ മരിച്ചതിന് ശേഷം പിന്നീട് പിന്നീട് വന്ന പ്രക്ഷോഭകാരികളോടൊപ്പം സൈന്യം കൂടെ ചേരുവാണ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നു, രാജാവിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു. പെട്രോഗ്രാഡ് എന്ന് പറയുന്ന പട്ടണം അവരെന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുന്നു. രണ്ടാമൻ്റെ സ്ഥാനം, അതായത് നിക്കോളാസ് രണ്ടാമൻ്റെ സ്ഥാനം ഒഴിയുന്നു, പുള്ളി സ്ഥാനം ഒഴിയുന്നു. മെൻഷെവിക് നേതാവായിട്ടുള്ള അലക്സാണ്ടർ കെരൻസ്കി എന്ത് ചെയ്യുന്നു, താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിക്കുന്നു. ഇതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ഫെബ്രുവരി വിപ്ലവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ, അതായത് 1917 ഫെബ്രുവരിയിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മാർച്ചിലാണ് നടക്കുന്നത്. റഷ്യൻ കലണ്ടർ അനുസരിച്ച് അത് ഫെബ്രുവരിയിലാണ്. അത് അവരെന്ത് ചെയ്യുന്നു, ഒരു താൽക്കാലിക ഗവൺമെൻറ്റൊക്കെ നിയമിച്ചെന്ന് അപ്പോഴാണ് ആരറിയുന്നത്, സ്വിറ്റ്സർലാൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ അറിയുന്നത്. ഉടനെ പുള്ളി അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് റഷ്യയിലേക്ക് വരുന്നു. വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഗവൺമെൻറ് ശരിയാവത്തില്ല, തൊഴിലാളികളെ ഭരിക്കാനായിട്ട് തൊഴിലാളികളുടേതായിട്ടുള്ള ഗവൺമെൻറ് വേണമെന്ന് പറഞ്ഞ് പുള്ളി ബഹളം തുടങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഐഡിയ പുള്ളി പ്രചരിപ്പിക്കുന്നു. പുള്ളി ആരുമായിട്ട് പുള്ളി സോവിയറ്റ്, നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, പുള്ളി ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, ബോൾഷെവിക്കുകളിലാണ്. പുള്ളിയോടൊപ്പം ആരും കൂടെ ഗ്രൂപ്പാവുന്നു, ഈ പറയുന്ന സോവിയറ്റുകൾ, അഥവാ ആ സമരത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള തൊഴിൽ സംഘടനകൾ അല്ലെങ്കിൽ തൊഴിൽ സംഘങ്ങളെയാണ് സോവിയറ്റുകൾ എന്ന് പറയുന്നത്. അവരും കൂടെ ഗ്രൂപ്പ് ചേരുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, എന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, സർക്കാരിനോട് പറയുവാണ്, നിങ്ങൾ ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ പാലിക്കണം. എന്നിട്ട് ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് പിന്മാറണം, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി ആർക്ക് കൊടുക്കണം, തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കണം, മീൻസ് പിരിച്ചെടുത്ത് കർഷകർക്ക് കൊടുക്കണം. പിന്നെ ഫാക്ടറികളിൽ എന്താക്കി എടുക്കണം, പൊതു സ്വത്താക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവർ 1917 ഒക്ടോബറിൽ, അതായത് സെയിം വർഷമാണ് 1917 ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലാണ് എന്ത് നടക്കുന്നത്, ഈ പറയുന്ന ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത്. അതേ വർഷം തന്നെ ഒക്ടോബർ ആയപ്പോഴത്തേക്ക് ഇവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന താൽക്കാലിക ഗവൺമെൻറ്റുമായിട്ട് സായുധ യുദ്ധത്തിൽ ഏർപ്പെടുകയും ഈ പറഞ്ഞ കെരൻസ്കി എന്ത് ചെയ്യുന്നു, രാജ്യം വിടുകയും റഷ്യ ആരുടെ കയ്യിലാവുകയും ചെയ്യുന്നു, ബോൾഷെവിക്കുകളുടെ കയ്യിൽ ആവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. എന്നിട്ട് പുള്ളി കുറേ ചേഞ്ചൊക്കെ വരുത്തി. USSR ഉണ്ടാകുന്നത് 1924 സോവിയറ്റ് റിപ്പബ്ലിക്കുകളെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടാകുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൂടുതൽ വ്യാപകമാവാൻ കാരണം എന്താണ്, ഈ പറയുന്ന
റഷ്യയാണ്. പിന്നെ ചൈനീസ് വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യന്മാർ പല കൺട്രികളും പിടിച്ചടക്കിയിട്ടുണ്ട്, പലതരത്തിലുള്ള നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ ഇവർ ചൈനയോട് കാണിച്ചത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സമീപനമായിരുന്നു. അതായത് കറുപ്പ് വ്യാപാരം. അവരെന്ത് ചെയ്യുന്നു, അവരുടെ സ്ഥലത്തേക്ക് കയറ്റുമതി ഉൽപ്പന്നം മൂലം അല്ലെങ്കിൽ കയറ്റുമതി മൂലം ചൈന കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നു, എങ്കിൽ ഇറക്കുമതി മൂലം ഇവർക്ക് ഒന്നും ലഭിക്കുന്നില്ല. ആ ഒരു ഇത് കാരണം ഇവരെന്ത് ചെയ്യുന്നു, ചൈനയിലേക്ക് കറുപ്പ് ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പ് ഇറക്കുമതി ചെയ്യുകയും അവിടെയുള്ള ജനങ്ങളെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തകർക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ തുറന്ന വാതിൽ നയം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണ്, ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചൈനയിലെ വ്യാപാരത്തിനുള്ള ഒരു പ്രത്യേക ആനുകൂല്യം ചൈന നൽകുന്നു. അതിൽ അമേരിക്ക ആ സമയത്ത് വേറെ എവിടെ ആയിരുന്നത്, കാരണം അമേരിക്ക അതുമായിട്ടുള്ള ഒരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല. അപ്പോൾ ആനുകൂല്യം ലഭിക്കാത്ത സ്ഥിതിക്ക് അവിടെ ആനുകൂല്യം എങ്ങനെയെങ്കിലും ചൈനയുടെ മാർക്കറ്റിലേക്ക് കടന്നു കയറണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു നയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. തുറന്ന വാതിൽ നയം എന്ന് പറഞ്ഞ ഒരു നയം പ്രഖ്യാപിക്കുകയും ആ നയത്തിന് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവസാനം ഈ വാദിച്ച് എന്തായി, ആ ചൈനയെ എന്താണ്, ഏത് രാജ്യങ്ങൾക്കൊക്കെ സ്വാധീനമുണ്ടോ അവരതിനെ വിഭജിച്ചെടുക്കുന്നു. എന്നിട്ട് ചൈനയിൽ എന്ത് ചെയ്യുന്നു, അമേരിക്കയ്ക്ക് ആധിപത്യം ലഭിക്കുന്നു. അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ചൈനയുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ചൈനയിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് അവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നയമാണ് ഈ പറയുന്ന തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത്. ചൈനയിൽ യൂറോപ്യന്മാരെ കൊണ്ട് മാത്രമല്ല അവിടുത്തെ ഭരണം കൊണ്ടുവന്നുകൊണ്ട് പ്രശ്നമുണ്ട്. അപ്പം ഈ പറയുന്ന വിദേശികൾ വരുന്നതിന് ആർക്ക് പ്രശ്നമില്ല. ഈ പറയുന്ന ചൈനയുടെ രാജവംശത്തിനായിട്ടുള്ള മഞ്ചു രാജവംശമാണ്, അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പം ഇത് എന്തുവാണ്, ഇത് രാജാവിനും രാജകുടുംബത്തിനും ഒന്നും പ്രശ്നമില്ല. പക്ഷേ ചൈനയിൽ പ്രവർത്തിക്കുന്ന ചില രഹസ്യ സംഘടനകൾ എന്തായി, ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന പരിപാടിയല്ല. അവിടെ അവർ 1900 എന്ത് ചെയ്തു, കലാപം സൃഷ്ടിച്ചു. അവർ ആ കലാപത്തെയാണ് നമ്മൾ ബോക്സർ കലാപം എന്ന് പറയുന്നത്. കാര്യം എന്താ, അവരുടെ ചിഹ്നം, ആ പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത്. പിന്നീട് ഒരു കലാപം, അതായത് 1900 ശേഷം പിന്നീട് ഒരു കലാപം നടക്കുന്നത് 1911 ഡോക്ടർ സന്യാസെന്നിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ രാജവംശത്തിനെതിരെ ചൈനയിലൊരു വിപ്ലവം നടക്കുന്നതും ആ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കുന്നതും. ശേഷം ദക്ഷിണ ചൈനയിൽ സന്യാസെന്നിൻ്റെ നേതൃത്വത്തിൽ എന്താണ്, കുമിങ്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക് ഭരണം സ്ഥാപിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മെയിൻ ഐഡിയാസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ. പിന്നീട് നമ്മൾ പഠിച്ച എന്താണ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കുറേ ഉണ്ടായിരുന്ന കുറച്ച് ഈ വിദേശികളുമായിട്ട് പലതരത്തിലുള്ള ഉടമ്പടികൾ ഒപ്പിട്ടിട്ടിരുന്നു. അതിൽ ആവശ്യമില്ലാത്ത ഉടമ്പടികളൊക്കെ എന്ത് ചെയ്തു, പുള്ളി ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് കൂടുതലും കൃഷിക്കും വ്യവസായത്തിനുമൊക്കെ എന്ത് ചെയ്തു, കൂടുതൽ പ്രോത്സാഹനം നൽകി. എന്നിട്ട് റഷ്യയെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകൃതമാകുന്നു. ആ പാർട്ടിയും കുമിന്താംഗങ്ങളും കൂടെ ഗ്രൂപ്പായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ പുള്ളി നമ്മുടെ ഈ സന്യാസ് സെൻ എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. തുടർന്ന് ആര് വരുന്നു, ചിയാങ് കൈഷക് എന്ന് പറയുന്നൊരു വ്യക്തി ഭരണത്തിൽ വരുന്നു. പുള്ളി വരുന്നു, ഉടനെ ഈ പാർട്ടി എന്തായിട്ട് വീണ്ടും രണ്ടായിട്ട് പിരിയുന്നു. അല്ലെങ്കിൽ അവർക്കൊരു യൂണിറ്റി ഉണ്ടായിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കുമിന്താംഗങ്ങൾക്കും ഉണ്ടായിരുന്ന യൂണിറ്റി ഇല്ലാതാവുന്നത് ചിയാങ് കൈഷക് ഭരണത്തിൽ വരുന്നതോടെയാണ്. പുള്ളി വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ വിദേശികളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ വന്ന് എന്ത് വേണോ ചെയ്തോ എന്ന് പറഞ്ഞ് ഫുള്ള് എല്ലാ അധികാരവും എന്ത് ചെയ്യുന്നു, വിദേശികൾക്ക് അങ്ങ് കൊടുക്കുവാണ്. അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നു, കുറേ നാൾ അതുപോലെ ഇതിനെ എതിർക്കാൻ ശ്രമിച്ച ചിയാങ് കൈഷക്കിൻ്റെ നയങ്ങളെ എതിർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകളെ പുള്ളി എന്ത് ചെയ്യുന്നു, ക്രൂരമായിട്ട് നേരിടുന്നു. അപ്പോഴാണ് ആര് ഉയർത്തെഴുന്നേൽക്കുന്നത്, 1934 കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാവോ സേ തുങ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. പുള്ളി 1934 എന്ത് സംഭവിക്കുന്നു, നടത്തുന്നു, ഒരു ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നു. ആ ലോങ് മാർച്ചിലൂടെ 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് അദ്ദേഹം നടന്നു നീങ്ങുന്ന പ്രദേശങ്ങളിലുള്ള പ്രഭുക്കന്മാരുടെ കൈവശമുള്ള പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. അങ്ങനെ എന്ത് ചെയ്തിട്ട് ഈ ഒരു ലോങ് മാർച്ച് എന്ന് പറയുന്ന ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, വിദേശ ആധിപത്യത്തിനെതിരായ ചൈനീസ് ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ട് ആര് മാറുന്നു, മാവോ സേ തുങ് മാറുന്നു. അദ്ദേഹത്തിൻ്റെ സേനയാണ് ചുവപ്പ് സേന എന്നറിയപ്പെടുന്നത്. എന്നിട്ട് ഈ ചുവപ്പ് സേന പിന്നീട് എന്ത് ചെയ്യുന്നു, കുമിങ്താങ്ങളുടെ ഭരണ കേന്ദ്രം കൈക്കലാക്കുകയും ചിയാങ് കൈഷക്ക് എങ്ങോട്ട് നാടുകടക്കുകയും അല്ലെങ്കിൽ പുള്ളി പലായനം ചെയ്തു പോകുന്നു, എങ്ങോട്ട്, തായ്വാനിലേക്ക് പലായനം ചെയ്തു പോവുകയും 1949 ഒക്ടോബർ 1 ചൈന റിപ്പബ്ലിക്കായി മാറുകയും ചെയ്യുന്നു. ഓക്കെ, അതുവരെയാണ് നമ്മൾ പഠിച്ചത്. അതുവരെ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതായത് ഇത്രയും കാര്യങ്ങൾ, ലോകത്തെ മാറ്റിമറിച്ച 5 വിപ്ലവങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമുണ്ട്, ഇംഗ്ലണ്ടിലെ
ഇംഗ്ലണ്ടിൻ്റെ കോളനി വാഴ്ചയ്ക്കെതിരെ, അതായത് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യം വടക്കേ അമേരിക്കയിൽ നടത്തിയ കോളനി വാഴ്ചയ്ക്കെതിരെയാണ് അവർ പോരാടിയത്. ജോർജ് വാഷിങ്ടൺ ഉണ്ടായിരുന്നു, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ എന്നിവരുടെ കാര്യം പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിനകത്ത് സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിരുന്നു. അതായത് സമൂഹത്തിൽ ജനങ്ങളെ സാമൂഹ്യ സ്ഥിതിക്ക് അനുസരിച്ച് എന്ത് ചെയ്തിട്ട് തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. എസ്റ്റേറ്റ് 1, എസ്റ്റേറ്റ് 2, എസ്റ്റേറ്റ് 3 എന്നങ്ങനെ തിരിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ചിന്തകർ, സാഹിത്യകാർ, അതിൽ വരുന്നതാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ എന്നൊക്കെ പറയുന്നത്. പിന്നെ പറഞ്ഞത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായിട്ട് ലാറ്റിൻ അമേരിക്കയിൽ നടന്ന വിപ്ലവമാണ്. ഫ്രാൻസിസ്കോ മിരാൻഡ, അതുപോലെ സൈമൺ ബോളിവർ, ജോസെ ഡി സാൻ മാർട്ടിൻ എന്നിവരായിരുന്നു അതിൽ വിപ്ലവത്തിൻ്റെ നേതാക്കൾ. റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ടാണ് നടന്നത്. രാജവാഴ്ചയും ഫ്യൂഡൽ വ്യവസ്ഥയും. കെരൻസ്കി, അതായത് അലക്സാണ്ടർ കെരൻസ്കി, ലെനിന്, ട്രോട്സ്കി എന്നിവരായിരുന്നു. അലക്സാണ്ടർ കെരൻസ്കി എന്ന് പറഞ്ഞത് മെൻഷവിക്കുകളുടെ ഗ്രൂപ്പിലും ലെനിനും ട്രോട്സ്കിയും ബോൾഷെവിക്കുകളുടെ ഗ്രൂപ്പിലുമാണ് വരുന്നത്. പിന്നീട് ചൈനീസ് വിപ്ലവം പറഞ്ഞു. വിദേശാധിപത്യത്തിനെതിരെയും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെയും മഞ്ജു രാജവാഴ്ചയ്ക്കെതിരെയുമായിരുന്നു എന്ത് ചെയ്തിരിക്കുന്നത്, വിപ്ലവം നടത്തിയത്. അതിന് മെയിനായിട്ട് സന്യാസെന്നും മാവോ സേ തുങ്ങും പറഞ്ഞിട്ടുള്ളൂ. മറ്റേ അയാളെ പേരെന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഷിയാങ് കൈഷക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാര്യം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയല്ല, അത് അദ്ദേഹം വിദേശികൾക്ക് വേണ്ടിയുള്ള ഒരു രീതിക്കുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.